എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നിങ്ങൾ നോക്കിയായിരുന്നോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നമ്മള് സെൻസ് ഓർഗൻസ് ജ്ഞാനേന്ദ്രിയങ്ങളില് കണ്ണിന്റെ ആന്തരിക പാളി വരെയൊക്കെയാണ് നമ്മൾ നിർത്തിയിരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. കണ്ണിന്റെ 3 പാളികൾ നമ്മൾ പറഞ്ഞായിരുന്നു. 3 പടലങ്ങൾ: ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അതിൽ ഏറ്റവും ആന്തരികമായ പാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. ഓക്കെ, അപ്പൊ ദൃഷ്ടി പതിയുന്നത് എവിടെയാണെന്നാണ് PSC കൂടുതലായിട്ട് ചോദിക്കാറ്. അത് റെറ്റിനയിലാണ് അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിലാണ്, പേരിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പോർഷൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് അവെയർ ആയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് കാണാതെ ഇങ്ങനെ പഠിക്കുകയോ അങ്ങനെ ഇതൊന്നും വേണ്ട. ലൈറ്റ് എവിടെയാണ്, ഇതിലൂടെയാണ് കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർണിയയിലൂടെയാണ്. കോർണിയയിലൂടെ കയറിയിട്ട് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണിയിലൂടെ കടന്ന് ലെൻസിലൂടെ റെറ്റിനയിൽ വെച്ച് കേന്ദ്രീകരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു റെറ്റിനയിൽ എങ്ങനെയാണ് ഈ പ്രതിബിംബം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. യഥാർത്ഥമായതും തലകീഴായിട്ടുമായിരിക്കും. റെറ്റിനയിലെ പ്രകാശ സെൻസിറ്റീവ് സെല്ലുകളിൽ വീഴുന്ന ഈ പ്രകാശത്തിന്റെ ഫോട്ടോണുകൾ ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ടഡ് ആയി ഒപ്റ്റിക് നാഡി വഴി തലച്ചോറിലെത്തുകയും കാഴ്ചയായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് അല്ലേ? ഓക്കെ, അടുത്തത് നമ്മൾ റെറ്റിനയുടെ കുറച്ച് പാർട്സ് ആണ് പറയുന്നത്. റെറ്റിനയുടെ ഏറ്റവും കേന്ദ്രത്തിലായിട്ട് ഉള്ള ഒരു പോർഷൻ ആണ് മാക്യുല എന്ന് പറയും. മാക്യുല. ഓക്കെ, മാക്യുല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു സ്പോട്ട് എന്നുള്ളതേ അർത്ഥമുള്ളൂ. ഇതാണ് റെറ്റിനയുടെ ഫങ്ഷണൽ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദൃഷ്ടിപടലത്തിന്റെ ഫങ്ഷണൽ സെന്റർ, അവിടെ ദൃഷ്ടി പതിയുന്ന ആ സെന്റർ എന്ന് പറയുന്നത് ഈ മാക്യുലയാണ്. ഇവിടെയാണ് നികട ബിന്ദു എന്ന് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങളിപ്പോ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും, നിങ്ങളുടെ പെർഫെക്റ്റ് വിഷൻ എന്ന് പറയുന്നത് ഈ 20/20 വിഷൻ ആണ്. ആ വിഷൻ ഈ പെർഫെക്റ്റ് വിഷൻ ആണെങ്കിൽ അത് സാധ്യമാവുന്നത് ഈ മാക്യുലയിൽ വെച്ചിട്ടാണ്. ഓക്കെ, നികട ബിന്ദു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ റെറ്റിനയെ കുറിച്ചാണ് പറഞ്ഞത്. റെറ്റിനയിലെ ഫങ്ഷണൽ സെന്റർ ആണ് മാക്യുല എന്ന് പറയുന്നത്. നിങ്ങൾ വിഷൻ ടെസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ, കണ്ണിന്റെ ടെസ്റ്റുകളെല്ലാം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ 20/20 പെർഫെക്റ്റ് വിഷൻ, നിങ്ങളിപ്പോൾ പോലീസ് ടെസ്റ്റ് അങ്ങനെയൊക്കെ എന്താണ് എക്സാമിനേഷന് പോയിട്ടുള്ളവർക്ക് വിഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കാണും. അല്ലെങ്കിൽ കണ്ണിൽ ഇപ്പൊ സ്പെക്സ് വെച്ചിട്ടുള്ളവർക്കും കാഴ്ചശക്തി കുറഞ്ഞിട്ടുള്ളവർക്കും ഈ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്ത് കാണുമായിരിക്കും. അപ്പം ഈ പെർഫെക്റ്റ് വിഷൻ സാധ്യമാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വിഷൻ, ആ പ്രകാശഗ്രാഹികളുള്ള സ്ഥലം, ഏറ്റവും കൂടുതലുള്ള സ്ഥലം, ഫങ്ഷണൽ സെന്റർ ആണ് മാക്യുല എന്ന് പറയുന്നത്. ഇത് നികട ബിന്ദു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ റെറ്റിനയിലുള്ള 2 ബിന്ദുക്കളാണ് പീതബിന്ദു അതുപോലെ തന്നെ അന്ധബിന്ദു. പീതബിന്ദു എന്ന് പറയുന്നത് യെല്ലോ സ്പോട്ട് ആണ്. ഓക്കെ, ഈ യെല്ലോ സ്പോട്ടിലാണ് പ്രകാശഗ്രാഹികൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഓക്കെ, യെല്ലോ സ്പോട്ടിലാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കാഴ്ചശക്തി സാധ്യമാകുന്നത് അതുവഴിയാണ്. അന്ധബിന്ദു എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്പോട്ട് ആണ്. ഇവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ കാഴ്ച ഉണ്ടാവുകയില്ല, കാഴ്ച സാധ്യമാവുകയില്ല. നികടബിന്ദു മാക്യുല എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. അതിന്റെ കൃത്യമായ മലയാളം അല്ല, അത് നികടബിന്ദു എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അതും സാധാരണയായിട്ട് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഈ പീതബിന്ദു അന്ധബിന്ദു ചോദിക്കാറുണ്ട്. പ്രകാശഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പീതബിന്ദുവിലാണ്. പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടാത്ത സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്ധബിന്ദുവാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി റെറ്റിനയിലുള്ള 2 കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് സെൽസും കോൺ സെൽസും. ഓക്കെ, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. അതില് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ, മങ്ങിയ വെളിച്ചത്തിൽ. അതുപോലെ തന്നെ വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായിട്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടാൽ മതി. റോഡില് നമ്മുടെ ടാറൊക്കെ ബ്ലാക്ക് അല്ലേ, അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതുപോലെ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതും അതുപോലെ വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങൾ.
ഈ റോഡ് കോശങ്ങളിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്, ഒരു വർണ്ണ വസ്തു ഉണ്ട്, അതാണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. റോഡോപ്സിൻ റോഡ് കോശങ്ങളിലെ വർണ്ണ വസ്തുവാണ് റോഡോപ്സിൻ. അവിടെ താഴെ ഉണ്ട് റോഡോപ്സിൻ. വിഷ്വൽ പർപ്പിൾ എന്നാണ് റോഡോപ്സിൻ അറിയപ്പെടുന്നത്. വിഷ്വൽ പർപ്പിൾ എന്നാണ് റോഡോപ്സിൻ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി റെറ്റിനയിലുള്ള വേറൊരു കോശങ്ങളാണ് കോൺ കോശങ്ങൾ, കോൺ സെൽസ് അല്ലെങ്കിൽ കോൺ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും അതുപോലെ തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. നമ്മൾ റോഡ് സെൽസ് പറഞ്ഞപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതാണ് റോഡ് കോശങ്ങൾ. ഇതങ്ങനെയല്ല, തീവ്ര പ്രകാശത്തിൽ തീവ്രമായ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. ഓക്കെ, അതുപോലെ നിറങ്ങൾ തിരിച്ചറിയാൻ, ഇപ്പൊ കോണിന്റെ സ്പെല്ലിംഗ് സി അല്ലേ, അപ്പൊ കളർ എന്ന് ഓർക്കുക, കോൺ കളർ. അപ്പൊ കളർ തിരിച്ചറിയാനും അതുപോലെ ബ്രൈറ്റ് വിഷൻ അത് സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. ഓക്കെ, ഈ കോൺ കോശങ്ങളിലും നമ്മൾ റോഡ് കോശങ്ങളിലും റോഡോപ്സിൻ പറഞ്ഞ പോലെ തന്നെ കോൺ കോശങ്ങളിലും ഒരു വർണ്ണവസ്തു അല്ലെങ്കിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്. അതിന് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്നാണ് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് വിഷ്വൽ വയലറ്റ്. ഓക്കെ, വിഷ്വൽ വയലറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു കണ്ണിലെ പ്രതിബിംബം രൂപം കൊള്ളുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. അതിന് സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ കോശങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മിക്കവാറും എല്ലാ LDC ആയിക്കോട്ടെ, VGS ആയിക്കോട്ടെ, VO അതുപോലെയുള്ള എല്ലാ പരീക്ഷകളും ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എല്ലാത്തിനും ചോദിക്കുന്ന ഒരു പോർഷനാണ് ഈ കണ്ണെന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ റോഡ് കോശം, കോൺ കോശം, റെറ്റിന ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിലുള്ള മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ റോഡ് കോശങ്ങളാണ്. അതുപോലെ തന്നെ വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായിട്ട് കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതെന്ന് ചോദിച്ചാലും റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങളിലുള്ള വർണ്ണവസ്തു അല്ലെങ്കിൽ പിഗ്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ റോഡോപ്സിൻ ആണ്. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന പിഗ്മെന്റ് ഏതെന്ന് ചോദിച്ചാലും റോഡോപ്സിൻ ആണ്. ഓക്കെ, ഇനി നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ കോൺ കോശങ്ങളാണ്. അതുപോലെ തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ, ബ്രൈറ്റ് ലൈറ്റ് വിഷനെ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോൺ കോശങ്ങളാണ്. ഈ കോൺ കോശങ്ങളിലുള്ള വർണ്ണവസ്തു അല്ലെങ്കിൽ പിഗ്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? അയഡോപ്സിൻ. അതിന്റെ മറ്റൊരു പേരാണ് ഫോട്ടോപ്സിൻ. ഇത് അറിയപ്പെടുന്ന വേറൊരു പേരാണ് വിഷ്വൽ വയലറ്റ്. വിഷ്വൽ വയലറ്റ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു, യെല്ലോ സ്പോട്ട്. അപ്പൊ നമ്മൾ അന്ധബിന്ദുവിൽ നമ്മൾ പറഞ്ഞില്ലേ അവിടെ കാഴ്ചശക്തി പ്രകാശഗ്രാഹി കോശങ്ങളൊന്നുമില്ല. അതായത് റോഡ് കോശമില്ല, കോൺ കോശമില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? അവിടെ കാഴ്ച സാധ്യമല്ല. അതാണ് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട്. ഈ സ്ലൈഡ് ഓക്കെ ആണോ? അടുത്തത് നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ കണ്ണുനീർ ഗ്രന്ഥി, അതാണ് ലാക്രിമൽ ഗ്ലാൻസ്. കണ്ണുനീർ ഗ്രന്ഥി അറിയപ്പെടുന്നതാണ് ലാക്രിമൽ ഗ്ലാൻസ്. ഈ കണ്ണുനീർ ഗ്രന്ഥിയിൽ നിന്ന് കണ്ണുനീർ ഉത്പാദിപ്പിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിന് ഈർപ്പം ഉണ്ടാവുന്നത്, അല്ലേ? ഈ കണ്ണുനീർ ഗ്രന്ഥിയിലുള്ള ഒരു എൻസൈമാണ് ലൈസോസൈൻ. ഓക്കെ, കണ്ണുനീർ ഗ്രന്ഥിയിലുള്ള എൻസൈമാണ് ലൈസോസൈൻ. ആ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ലൈസോസൈൻ എന്നാണ്. സൈൻ ലൈസോസൈൻ. കണ്ണിലുള്ള ഒരു ഗ്രന്ഥിയാണ് കണ്ണുനീർ ഗ്രന്ഥി. കണ്ണുനീരാണ് ഉത്പാദിപ്പിക്കുന്നത്. അതിലുള്ള ഒരു എൻസൈമാണ് ലൈസോസൈൻ. രോഗാണുക്കളെ, അതായത് ബാക്ടീരിയ, വൈറസ് പോലെയുള്ള ചെറിയ ചെറിയ നമ്മുടെ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിലെ എൻസൈമാണ് ലൈസോസൈൻ. ഓക്കെ, ഈ ലൈസോസൈൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് വേറൊരു സാധനമുണ്ട്, ലൈസോസോം. ലൈസോസോം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന. അതെ അതെ, എവിടെയാണ് കാണുന്നത്? നമ്മുടെ കോശങ്ങളിലുള്ളിലാണ്. കോശം എടുത്തിരിക്കുന്നത് നമ്മൾ പഠിക്കാം. അതെ, സെല്ലിന്റെ അകത്ത് ഇപ്പൊ റൈബോസോം, ലൈസോസോം, അതുപോലെ ഗോൾഗി അപ്പാരറ്റസ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതില് ഓപ്ഷൻ ഇപ്പം കണ്ണുനീർ ഗ്രന്ഥിയിലുള്ള എൻസൈം മാക്യുല പറഞ്ഞു തരാമോ? ഒന്നുകൂടി ഇതൊന്ന് റിവൈസ് ചെയ്യുമല്ലോ, അപ്പൊ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, അപ്പം ഈ കണ്ണുനീർ ഗ്രന്ഥികളിൽ ഉള്ള എൻസൈം ഏതെന്ന് ചോദിച്ചാൽ ലൈസോസൈം ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ ലൈസോസോം ആയിരിക്കും കൊടുക്കുക. കാരണം എന്താ? നിങ്ങൾക്ക് പരിചയമുള്ള സാധനമാണ്, പക്ഷെ നിങ്ങളെ തെറ്റിക്കാൻ ആയിട്ടുള്ള ഒരു ഇതില്ല. അപ്പൊ ലൈസോസോം അല്ല, ലൈസോസൈം ആണ്. വ്യക്തമായിട്ട് തന്നെ നോക്കുക.
ഓക്കെ. പിന്നെ കണ്ണുനീരിൽ കാണുന്ന വേറൊരു സാധനമാണ് ലോഹം. ഒരു ലോഹമുണ്ട്, അത് സിങ്ക് ആണ്. അതെല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ കണ്ണിന് തിളക്കത്തിന് കാരണം ഈ സിങ്ക് ആണ്. സിങ്ക് പൊതുവെ തിളക്കം കൊടുക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ. അപ്പം കണ്ണുനീരിലെ രണ്ട് സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് എൻസൈം ആണ്, ലൈസോസൈം. പിന്നെ ഒന്നൊരു ലോഹമാണ് സിങ്ക്. ഈ ലൈസോസൈം ആണ് കണ്ണിലെ മൈക്രോ ഓർഗാനിസംസിനെ എല്ലാം നശിപ്പിച്ച് കണ്ണ് വൃത്തിയാക്കി വെക്കുകയും കണ്ണിന് ഈർപ്പം കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ട് കരയുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല കേട്ടോ, ആണുങ്ങൾക്കും കരയാം. ഓക്കെ. പരീക്ഷ നന്നായിട്ട് എഴുതിയൊക്കെ വന്ന് ജോലി കിട്ടുമ്പോൾ ഉള്ള അനന്ത കണ്ണീരാവട്ടെ അത്. ഓക്കെ. അടുത്തത് 3 ആഴ്ച. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ണുനീര് ഉണ്ടാവുന്നത് 3 ആഴ്ച. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കരയും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ കണ്ണുനീരൊന്നും വരാറില്ല. ഒരു വെറുതെ വാവിട്ട് വെച്ച് എടുത്ത് കരയത്തേ ഉള്ളൂ. 3 ആഴ്ച കഴിയുമ്പോഴാണ്, 3 ആഴ്ച അടുപ്പിച്ച് ആവുമ്പോഴാണ് ഈ കണ്ണുനീർ ഗ്രന്ഥിയിൽ നിന്ന് കണ്ണുനീരായിട്ട് ആ വെള്ളം കണക്ക് അത് വരാൻ തുടങ്ങുന്നത്. അപ്പം ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ് ആദ്യമായിട്ട് കുഞ്ഞുങ്ങളിൽ കണ്ണുനീര് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ അത് ഇതിന്റെ കൂടെ എങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കണ്ണിൽ ഇപ്പം പെട്ടെന്ന് ഒരാൾ നമ്മുടെ കണ്ണിന് നേരെ വന്ന് കുത്താൻ വന്നു, അപ്പൊ നമ്മൾ കണ്ണ് ചിമ്മും അല്ലേ? അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഒക്കെ പോയി അപ്പോഴും നമ്മൾ കണ്ണ് ചിമ്മും. അത് ആ ചിമ്മുന്ന ആ ഒരു സ്റ്റിമുലസ്, അതായത് ഒരു സ്റ്റിമുലസ് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഒരു സാധനം വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത നമ്മുടെ ആക്ഷൻ, അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ആ റിഫ്ലെക്സ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് വെച്ചാൽ നമ്മുടെ തലച്ചോറിലെ സെറിബ്രം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ നിന്നാണ് ആ റിഫ്ലെക്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ കണ്ണുനീരുണ്ടാവാനും ഈ ഒരു റിഫ്ലെക്സ് ബാധകമാണ്. എന്നാലും കൂടുതലും നമ്മൾ ചോദ്യം ഇങ്ങനെയായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കണ്ണ് ചിമ്മാനും എടുക്കാനും, അതായത് പെട്ടെന്ന് ആ മസ്കുലാർ മൂവ്മെന്റ്സ് അന്നേരം സാധ്യമാകുന്ന ആ റിഫ്ലെക്സ് സെറിബ്രൽ റിഫ്ലെക്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞത് ലാക്രിമൽ ഗ്ലാൻസ് ആണ് കണ്ണുനീർ ഗ്രന്ഥികൾ. കണ്ണുനീർ ഗ്രന്ഥികൾ പേര് പോലെ തന്നെ കണ്ണുനീരാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിലുള്ള എൻസൈം ആണ് ലൈസോസൈം. അപ്പൊ നമ്മൾ ലൈസോസോമിന്റെ കാര്യം പറഞ്ഞു. സൂയിസൈഡൽ ബാഗ്സ് അല്ലെങ്കിൽ ആത്മഹത്യാ സഞ്ചികളാണ്, അത് കോശത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ. ഇനി അതിലുള്ള ലോഹമാണ് സിങ്ക്. ഇനി എത്ര നാള് കൂടുമ്പോഴാണ് കണ്ണുനീര് ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്ക്? ആദ്യമായിട്ട് കണ്ണുനീര് ഉണ്ടാകുന്നത് ജനിച്ച് 3 ആഴ്ച കഴിയുമ്പോഴാണ്. പിന്നെ കണ്ണ് പെട്ടെന്ന് ചിമ്മുന്നതോ അടയ്ക്കുന്നതോ ഒക്കെ എന്ത് റിഫ്ലെക്സിന്റെ ഭാഗമായിട്ടാണ്? സെറിബ്രൽ റിഫ്ലെക്സിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പറയണേ, എനിക്ക് അറിയാൻ വയ്യാണ്ടാവൂല ഇത് കട്ടായി പോയോ ഇല്ലെന്നൊക്കെ. ഓക്കെ. അടുത്ത സെക്ഷനിലേക്ക് പോവാം. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ കണ്ണിൽ നിന്ന് നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലേ? ഐലിഡ് ഉണ്ട്, നമ്മുടെ കൺപാളി, പിന്നെ നടുക്ക് ഐറിസ് ഉണ്ട്, പ്യൂപ്പിൾ ഉണ്ട്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി, അതുവഴി ഇത് പോകും. സ്ക്ലീറ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ. എല്ലാ പാർട്സും ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ കണ്ടിട്ട്? സെറിബ്രൽ റിഫ്ലെക്സിന് മലയാളം ടേം അറിയില്ലടാ. സെറിബ്രൽ എന്ന് പറഞ്ഞാൽ സെറിബ്രം തന്നെയാണ് പറയുന്നത്, റിഫ്ലെക്സിന് റിഫ്ലെക്സ് തന്നെയാണ് പറയുന്നത്. നീ ഉണ്ടോ എന്ന് റെഫർ ചെയ്തിട്ട് പറയാം. ഓക്കെ. ഓക്കെ. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ് പറയുന്നത്. ഓക്കെ. ഇത് ഈ പറയുന്ന ഈ സ്ലൈഡിലുള്ള 3 പോയിന്റ്സും നിങ്ങൾ പഠിക്കണം. കാരണം ഇത് 3ഉം പല എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ. അപ്പം ഈ 25 സെന്റിമീറ്റർ കുറവുള്ള കാഴ്ചയാകുമ്പോൾ നമുക്ക് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും. ഇതിൽ കൂടുതലുള്ള കാഴ്ചയാണെങ്കിൽ നമുക്ക് ചിലപ്പം കാഴ്ച ഉണ്ടാവണമെന്നില്ല. ഓക്കെ. എന്നാലും ഇപ്പം കാണാൻ പറ്റുമില്ല എന്നല്ല, പക്ഷെ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും ആ പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കണ്ണിന് വേറെ ഡിഫോമിറ്റീസ് ഒന്നും ഡിഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ പേഴ്സണെ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഏതെന്ന് ചോദിച്ചാൽ അത് 25 സെന്റിമീറ്റർ ആണ്. ഇത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് ചോദിച്ചാൽ 25 സെന്റിമീറ്റർ. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് വീക്ഷണ സ്ഥിരതയാണ്, അതായത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഓക്കെ. നമ്മളിപ്പോ ഒരു വസ്തുവിനെ കണ്ടു, അപ്പൊ ആ കണ്ട ആ കാഴ്ചയുടെ അനുഭവം, ആ ദൃശ്യാനുഭവം, അത് എത്ര സമയത്തേക്ക് നമ്മൾ കണ്ണിൽ തങ്ങി നിൽക്കുന്നു, ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ വീക്ഷണ സ്ഥിരത, അതായത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ സ്ലൈഡ് കാണുവാണ്, ആ കാണുന്നത്
അപ്പൊ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളിപ്പോ ജസ്റ്റ് ഒന്ന് കണ്ട് അത് മാറ്റി കളയുവാണെങ്കിലും അതൊരു കുറച്ച് സെക്കൻഡ് സമയത്തേക്ക് നിങ്ങളുടെ കണ്ണിൽ തന്നെ ആ കണ്ടതിന്റെ ആ അനുഭവം, ആ ദൃശ്യാനുഭവം നിങ്ങളുടെ കണ്ണിൽ തന്നെ നിലനിൽക്കും. ഓക്കെ, അതായത് ആ റെറ്റിനയിൽ ഫോം ചെയ്ത ആ ഇമേജ് നിങ്ങളുടെ ആ കാഴ്ചാനുഭവമായിട്ട് തന്നെ നിലനിൽക്കും. അതിനെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. അതായത് സ്ഥിരമായിട്ട് നിൽക്കുന്ന അവസ്ഥ. പറയുന്ന കേൾക്കുമ്പോൾ ഒരുപാട് സമയമൊക്കെ നിൽക്കുമെന്ന് വിചാരിക്കും, പക്ഷെ അത്രയൊന്നുമില്ല. 16 സെക്കൻഡ്, അതായത് 1/16 സെക്കൻഡ്സ് മാത്രമേ അത് നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അത് പെർസിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല, അതായത് ഒരു വസ്തുവിന്റെ അദൃശ്യാനുഭവം നമ്മുടെ എത്ര സമയത്തേക്ക് കണ്ണിൽ തന്നെ നിലനിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിഭാസം, ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഡെഫിനിഷനും കൂടി നിങ്ങൾ കുറിച്ച് വെച്ചേക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമഞ്ജനക്ഷമതയും വീക്ഷണ സ്ഥിരതയൊക്കെ നമുക്ക് മാറിപ്പോകും. ഇനി ഇതേപോലെ നമ്മൾ ചെവിയിൽ വരുന്ന ശ്രവണ സ്ഥിരതയും കാര്യങ്ങളുണ്ട്, അപ്പൊ അത് നമുക്ക് മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഇത് ഓർത്ത് വെക്കുക. എന്താണ്, ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം എത്ര സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കും, ആ പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. അത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അത് 1/16 സെക്കൻഡ് ആണ്. ഓക്കെ അല്ലേ ആ പോയിന്റ്? ഓക്കെ, ഇനി അടുത്ത പോയിന്റ് അതിലെന്താണ് പറയുന്നത്, പവർ ഓഫ് അക്കോമഡേഷൻ ആണ്. അതായത് സമഞ്ജനക്ഷമത. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ്. അതായത് നിങ്ങളിപ്പോ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു ബസ് ദൂരേന്ന് വരുന്നു. ഓക്കെ, അപ്പൊ ആ ദൂരേന്ന് വരുന്ന ബസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഒരു മങ്ങിയ രൂപത്തിൽ ആ ഒബ്ജക്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ബസ് വന്ന് അടുത്ത് നിന്നു, അപ്പൊ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. അത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കണ്ട ആ ഒബ്ജക്ട്, ആ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ബസ് നിർത്തി ഇട്ടെടുത്തുനിന്ന് തിരിച്ചു പോവാണ്. പോകുമ്പോ പിന്നെ അത് പോയ ആ ഒരു അറ്റം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷെ വ്യക്തമായ കാഴ്ചയില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ആ കാണുന്ന രീതി വ്യത്യാസമുണ്ട്, പക്ഷെ നിങ്ങളുടെ റെറ്റിനയിൽ ആ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പ്രോസസ്, ആ പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്, സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിന്റെ കഴിവ്. ഈ റെറ്റിനയിൽ തന്നെ പതിപ്പിച്ചാലേ അത് പിന്നെ ഒപ്റ്റിക് നെർവ് വഴി തലച്ചോറിലെത്തി അതുണ്ടായിരുന്നു എന്ന് നമ്മുടെ ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ദൂരം അനുസരിച്ച് അതിന്റെ വ്യക്തത, ആ ഒബ്ജക്റ്റിന്റെ വ്യക്തത മാറുന്നു. അതനുസരിച്ച് അത് ഫോം ചെയ്യുന്ന ഇമേജിന്റെ വ്യക്തതയും മാറുന്നു. പക്ഷെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, അതായത് എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന് വ്യക്തമായി കാണാനുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. ഒരു നോർമൽ ഐ, പ്രത്യേകിച്ച് ഡിഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു പേഴ്സന്റെ ഒരു നോർമൽ ഐക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ നമ്മൾ എന്താണ് പറഞ്ഞത്, വീക്ഷണ സ്ഥിരത. വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്നുണ്ടാകുന്ന ദൃശ്യാനുഭവം എത്ര സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. അത് 1/16 സെക്കൻഡ്സോളം നമ്മുടെ കണ്ണിൽ നിലനിൽക്കും. അടുത്ത പോയിന്റ് എന്തായിരുന്നു, സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ ആണ്. ഓക്കെ, പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം നമ്മുടെ ദൃഷ്ടിപടലത്തിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിന്റെ കഴിവ്. അതുമൂലം പ്രതിബിംബം ഉണ്ടാവുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ എക്സാമ്പിൾസ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചോ നിങ്ങൾക്ക് ഓർത്തെടുക്കാട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. കണ്ണിന്റെ ജസ്റ്റ് ഒന്ന് എന്താണ്, നമ്മൾ ഇത്രയും നേരം പഠിച്ച അതിന്റെ അനാറ്റമിയാണ്. കോർണിയ, അതായത് കാജപടലം, ഐറിസ് ആണ് ഗ്ലാസ് പോലെയുള്ള സാധനം. അതിന്റെ നടുക്കുള്ള ഹോള്, ആ കറുത്ത ഇതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അതിലൂടെ ലൈറ്റ് കിടക്കും, എന്നിട്ട് ലെൻസിലൂടെ എത്തും. എന്നിട്ട് എവിടെയാ, റെറ്റിന കണ്ടില്ലേ, ബാക്ക് സൈഡിലുള്ള റെറ്റിനയിൽ എത്തും. ആ നടുക്കുള്ള മാക്കുല എന്ന് പറയുന്ന പോർഷൻ നമ്മൾ കണ്ടു, അവിടെയാണ് കറക്റ്റ് വിഷൻ വരുന്നത്. തിരിച്ച് അത് ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് പോയി കാഴ്ചയാവും. ഓക്കെ, രണ്ട് കണ്ണിലേക്കും വരുന്നതിനൊക്കെ പിന്നെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ഇമേജ് ആക്കിയിട്ട് കാണുന്നതിനെന്തോ പേര് പറയാറുണ്ടോ? അല്ല, 2 കണ്ണിൽ നിന്ന് ഇമേജ് പോകുന്നുണ്ട്. ഒറ്റ ഇമേജ് ആയിട്ട് വരുന്നത് അങ്ങനെ എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പം ഒരു ഒബ്ജക്റ്റിന് നമ്മൾ കാണുവാണെങ്കിൽ നമ്മുടെ 2 കണ്ണിലും രണ്ട് റെറ്റിനയും ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ആ 2 ഇമേജും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രദർശനമാണോ? അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. എന്തോ ഒരു വേർഡ് കേട്ടതുപോലെ തോന്നുന്നു, അത് കേട്ട് അറിയില്ല. 2 കണ്ണിലും കോമൺ ആയിട്ട് വരുന്ന ഇമേജ് എന്ന് പറയുന്നതോ?
രണ്ടിലും സെപ്പറേറ്റ് റെറ്റിനൽ ഫോം ചെയ്യുമല്ലോ, അത് നമ്മുടെ പിന്നെ അതെ, ഒരാളിപ്പോ ഇവിടെ ഇട്ടിട്ടുണ്ട് ബൈനോക്കുലർ വിഷൻ, നമുക്കിപ്പോ ബൈനോക്കുലർ വിഷൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ആ ടേം തന്നെയാണോ അറിയില്ല. രണ്ട് കണ്ണിലും പ്രത്യേകം ഫോം ചെയ്യുന്ന അതിന് പറയുന്ന പേരെന്താന്നല്ലേ, അത് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. ഓക്കെ മാഡം. ശരി, അപ്പൊ അടുത്ത സ്ലൈഡിലോട്ട് പോട്ടെ. ഓക്കെ ഓക്കെ, ഇതും അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയുന്നത് നമ്മൾ കണ്ണിന്റെ വിഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യില്ലേ, ഇപ്പൊ ഇതെല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനെ പറയുന്ന ആ പേരാണ് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് എന്നാണ് ഈ കണ്ണിന്റെ ടെസ്റ്റ് ചെയ്യുന്ന. അതായത് നിങ്ങൾ കണ്ടു കാണും, അതിനകത്ത് കുറെ ലെറ്റേഴ്സ് ഇങ്ങനെ എന്താണ് ചെറുതും, ആദ്യം ഭയങ്കര വലുതായിരിക്കും, പിന്നെ കുറച്ചുകൂടി ചെറുതായിരിക്കും, അങ്ങനെ താഴെയായിട്ട് അത് എഴുതിയിട്ടുണ്ടാവും. അതാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. ആ പേര് വരാൻ കാരണം വേറെ ഒന്നും അല്ലാതെ കണ്ടുപിടിച്ച ആളുടെ പേര് ഹെർമൻ സ്നെല്ലൻ എന്നാണ്. ഹെർമൻ സ്നെല്ലൻ കണ്ടുപിടിച്ചുകൊണ്ട് ആ ചാർട്ടിന്റെ പേര് സ്നെല്ലൻ ചാർട്ട്. അതായത് അതിലൊരു 5-6 ലൈൻസ് ഉണ്ടാവും, ഏറ്റവും വലുത്, പിന്നെ അതിലും ചെറുത്, പിന്നെ അതിലും ചെറുത്, പിന്നെ അതിലും ചെറുത്, പിന്നെ തീരെ ചെറുത്. അങ്ങനെ ഈ എത്രയും ചെറുതും ആ ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണ്. 6 മീറ്റർ അകലത്തിലായിരിക്കും നിങ്ങളെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ആളും ഈ ചാർട്ടും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ 6 മീറ്ററിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഏറ്റവും തീരെ ചെറുതായിട്ട് വരെ വായിക്കാൻ കഴിയുവാണെങ്കിൽ നിങ്ങളുടെ വിഷൻ പെർഫെക്റ്റ് ആണ്, 6/6 വിഷൻ ഉണ്ടെന്ന് തരും. അല്ലെങ്കിൽ അതനുസരിച്ച് 6/12 6/18 അങ്ങനെ നിങ്ങളുടെ വിഷൻ മാറിയായിട്ട് അവർ തരും. ഓക്കെ, ജസ്റ്റ് ആ ഡിസ്റ്റൻസ് ഒന്ന് ഓർക്കുക, 6 മീറ്റർ ആണ്. പിന്നെ ആ ചാർട്ടിന്റെ പേരൊന്ന് ഓർക്കുക, സ്നെല്ലൻ ചാർട്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ അത് കണ്ടുപിടിച്ച ആളുടെ പേര് ഹെർമൻ സ്നെല്ലൻ, അതുകൊണ്ട് സ്നെല്ലൻ ചാർട്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് വരുന്ന പോർഷൻസ് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഒരുപാട് തിരിഞ്ഞു പോകുന്ന സാധനങ്ങളാണ്, പക്ഷെ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഓക്കെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫക്ട്സ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് മയോപ്പിയ. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടിയാണ്, അതായത് നിയർ സൈറ്റഡ്നെസ്. എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റും, പക്ഷെ ദൂരോട്ടുള്ളത് കാണാൻ പ്രയാസമായിരിക്കും. ഹ്രസ്വദൃഷ്ടി, ഹ്രസ്വം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലേ, ചുരുങ്ങിയതെന്നാണ്. അപ്പം കുറഞ്ഞ ദൃഷ്ടി. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ്. ഓക്കെ, നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നേ തന്നെ ഫോം ചെയ്യും. ഓക്കെ, ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന എന്ന് പറഞ്ഞാൽ റെറ്റിനയിലാണ്, അതായത് ദൃഷ്ടിപടലത്തിലല്ലേ ദൃഷ്ടി ഉണ്ടാവേണ്ടത്, പക്ഷെ അതിന് പകരം എന്ത് പറ്റും? ദൃഷ്ടിപടലത്തിന് തൊട്ട് മുമ്പേ പ്രതിബിംബം ഉണ്ടാകും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എന്ത് പറ്റും? നമുക്ക് അടുത്തുള്ള സാധനങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ദൂരോട്ടുള്ളത് കാണാൻ പറ്റില്ല എന്നല്ല, പക്ഷെ പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, കണ്ണിന് സ്ട്രെയിൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടിയാണ്. നിയർ സൈറ്റഡ്നെസ് എന്നാണ് പറയുന്നത്. പ്രതിബിംബം എവിടെയാണ്? ദൃഷ്ടിപടലത്തിന് മുമ്പായിട്ടാണ് ഉണ്ടാവുന്നത്. അതിന്റെ കാരണം എന്താണ്? നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ് അതിന്റെ കാരണം. ഓക്കെ, ഇനി അതിന്റെ കറക്ഷൻ നോക്കാം. അതിന്റെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്ത് അതിന്റെ ഡിഫക്റ്റ് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള ആ പവർ അനുസരിച്ചിട്ടുള്ള ഒരു ലെൻസ് ആയിരിക്കും തരുന്നത്. അപ്പൊ കോൺകേവ് ലെൻസ് എന്ന് ചിലപ്പോഴേ ചോദിക്കാറുള്ളൂ. അതിന്റെ മലയാളം അവതല ലെൻസ് എന്നാണ്. ഓക്കെ, അപ്പൊ അവതല ലെൻസ് ആണ് അതിന് കറക്ഷൻ ആയിട്ട് തരുന്നത്. ഓക്കെ, മയോപ്പ് ഒന്നുകൂടി പറയാം, ഹ്രസ്വദൃഷ്ടിയാണ്, നിയർ സൈറ്റഡ്നെസ്. അടുത്തുള്ള വസ്തുക്കളെ ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്, അകലെയുള്ള വസ്തുക്കൾ കാണാൻ പ്രയാസമായിരിക്കും. പ്രതിബിംബം എവിടെയാണ് ഫോം ചെയ്യുന്നത്? ദൃഷ്ടിപടലത്തിന് തൊട്ട് മുമ്പായിരിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അതിനെ കറക്റ്റ് ചെയ്യാൻ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അവതല ലെൻസ് ആണ്. ഇപ്പൊ രണ്ട് കണ്ണിലും ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ രണ്ട് കണ്ണിലും ഈ രണ്ട് ഗ്ലാസും കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ് ആയിരിക്കും. ചിലർക്ക് ഒരു കണ്ണിലേ കാണുള്ളൂ, ആ ഒരു ഗ്ലാസ് മാത്രമായിട്ട് അവതല ലെൻസ് വെക്കും. ഓക്കെ അല്ലേ? പിന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത പോയിന്റ്, ഹൈപ്പർമെട്രോപ്പിയ. ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ അടുത്തുള്ള വസ്തുക്കളെയാണ് കാണാൻ പറ്റുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് കുറച്ച് പ്രായമായവരിലാണ് കുറച്ചുകൂടി കാണുന്നത്. അല്ലാത്തതും ഉണ്ട്, എന്നാലും മോസ്റ്റ് കോമൺ പ്രായമായവരിലാണ്. ഇത് ദീർഘദൃഷ്ടിയാണ്, അതായത് അകലെയുള്ള വസ്തുക്കൾ കൂടുതലായിട്ട് കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് അതിന്റെ റീസൺ. അപ്പൊ ഇമേജ് എന്ത് പറ്റും? റെറ്റിനയ്ക്ക് പുറകിലായിരിക്കും അല്ലേ? നേത്രഗോളത്തിന്റെ നീളം കുറഞ്ഞു വരുമ്പോൾ എന്ത് പറ്റും? ഇമേജ് ലെൻസിലൂടെ കടന്ന് അത് റെറ്റിനയിൽ എത്തുന്നതിന് വരെ റെറ്റിനയിലെ പുറകിലെത്തും. ഓക്കെ, അപ്പം ഇവിടെ പ്രതിബിംബം എന്ന് പറയുന്നത് റെറ്റിനയ്ക്ക് പുറകിലായിരിക്കും ഫോം ചെയ്യുന്നത്. ദീർഘദൃഷ്ടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് അതിന് കാരണം. ഓക്കെ, അപ്പം അടുത്തുള്ള വസ്തുക്കൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ ദൂരെ ഉള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കാരണം പുറകിലല്ലേ ഇമേജ് ഫോം ചെയ്തിരുന്നത്, അപ്പൊ ദൂരോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ,
ഇനി അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് എന്താ മറ്റേ നേരെ ഓപ്പോസിറ്റ് കോൺവെക്സ് ലെൻസ്, അതായത് ഉത്തല ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ട് കണ്ണിലാണെങ്കിൽ രണ്ട് കണ്ണിൽ ഉത്തല ലെൻസ് വയ്ക്കും. കുറച്ച് പ്രായമായവരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ അല്ലേ? മയോപ്പി എന്താണ്? ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. മയോപ്പി അല്ലെങ്കിൽ ഹൈപ്രോമെട്രോപ്പിയ പഠിച്ചാൽ മതി. ഒന്നിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റത്. പിന്നെ ആ ടേം പഠിക്കണം. അവതല ലെൻസ്, ഉത്തല ലെൻസ്, അതുപോലെ ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി. കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ അടുത്തുള്ള സാധനങ്ങൾ കാണുന്നതാണ് മയോപ്പിയ എന്ന് അറിയാം. അപ്പൊ ഹ്രസ്വം ചെറുതല്ലേ? ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ചെറുത്, അടുത്തുള്ള സാധനങ്ങൾ. മറ്റത് ദൂരെയുള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള സാധനങ്ങൾ കാണാം. അപ്പൊ ദീർഘമല്ലേ? ലോങ് അല്ലേ? ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി ആണെങ്കിൽ എന്താണ്? ഇമേജ് റെറ്റിനയ്ക്ക് പുറകിലായിരിക്കും. അതെന്തുകൊണ്ടാണ് റെറ്റിനയ്ക്ക് പുറകിൽ വരുന്നത്? നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ്. അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉത്തല ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ രണ്ട് കണ്ണിലും ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ, മയോപ്പി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ രണ്ട് കണ്ണിലും ഉണ്ടെങ്കിൽ ഈ കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ് വേണം ബൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞൊരു ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഫോക്കൽ ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബൈഫോക്കൽ ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊന്നും ഇങ്ങനെ ചോദിക്കാറില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ മയോപ്പി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ ഇതിൽ രണ്ടിലേതെങ്കിലും പഠിച്ചാൽ മതിയാവും. ഇതെന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, രണ്ട് കണ്ണിലും ഉണ്ടെങ്കിൽ ബൈഫോക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഒന്ന് സ്നെല്ലൻ ചാർട്ടാണ്, നമ്മുടെ വിഷൻ ടെസ്റ്റ്, കാഴ്ചശക്തി പരിശോധിക്കാൻ ഉള്ള ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. അത് കണ്ടുപിടിച്ചത് ഹെർമൻ സ്നെല്ലൻ ആണ്. അവിടെ ഇരിക്കുമ്പോൾ പേഷ്യന്റ് അല്ല, അത് ടെസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആളും ചാർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണ്. ഓക്കെ, ഇനി കണ്ണിന്റെ ഡിഫക്ട്സിലോട്ട് പോവാണെങ്കിൽ മയോപ്പിയ എന്ന് പറയുന്നത് ഷോർട്ട് സൈറ്റ്, അതായത് ഹ്രസ്വ ദൃഷ്ടിയാണ്, നിയർ സൈറ്റഡ്നെസ് ആണ്. പ്രതിബിംബം എവിടെയായിരിക്കും? ദൃഷ്ടിപടലത്തിന്റെ തൊട്ട് മുമ്പിലായിട്ടായിരിക്കും പതിയുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ് ആണ്. ഓക്കെ, രണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഇത് ദീർഘദൃഷ്ടിയാണ്, അതായത് ഫാർ സൈറ്റഡ്നെസ് ആണ്. ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിലായിരിക്കും ഫോം ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേത്രഗോളത്തിന്റെ നീളം കുറയുന്നത് കൊണ്ടാണ്. അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസ്. ഈ സ്ലൈഡ് ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത കണ്ടീഷനിലോട്ട് പോവാം. അടുത്ത ഒരു ഡിഫക്റ്റ് ആണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ വിഷമദൃഷ്ടി അല്ലേ? കാണാൻ വിഷമിക്കുന്ന ഓർത്താൽ മതി. അസ്റ്റിഗ്മാറ്റിസം വിഷമദൃഷ്ടി. വിഷമദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിന്റെ വക്രതയ്ക്കുള്ള ഒരു പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണ് വിഷമദൃഷ്ടി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പം പറയുവാണെങ്കിൽ, ഇപ്പൊ അടുത്തുള്ളത് ദൂരെയുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ ദൂരെ നമ്മളിപ്പോ ഡി കാണുവാണ്, ഡി എന്ന് പറഞ്ഞ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ഡി കാണുവാണെങ്കിൽ നമുക്ക് ഓ പോലെ തോന്നും. അല്ലെങ്കിൽ ഇപ്പൊ എസ് കാണുവാണെങ്കിൽ അത് 8 പോലെ തോന്നും. എന്ന് വെച്ചാൽ സംഭവം മനസ്സിലായല്ലോ. അതായത് ലെൻസിന്റെ വക്രതയ്ക്കുള്ള പ്രശ്നമാണ്, വക്രത കൂടി വരുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കില്ല ഫോം ചെയ്യുന്നത്, വിഷമിച്ചായിരിക്കും നമ്മൾ കാണുന്നതെന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് വിഷമദൃഷ്ടി. ഓക്കെ, അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത് വിഷമദൃഷ്ടിയാണ്. കൂടുതലും ഇത് ഇൻബോൺ ആയിട്ടാണ് കണ്ടുവരുന്നത്, അല്ലാണ്ട് വരുന്നുണ്ട്. അപ്പം ലെൻസിന്റെ ഈ വക്രത നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ലെൻസ് ആണ് സിലിണ്ടറിക്കൽ ലെൻസ്. അതായത് ഇമേജ് ഇപ്പം കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. മറ്റേത് ഡബിൾ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ലെൻസിന്റെ വക്രതയാകുമ്പോൾ ഒരിടത്ത് ഒരു ബ്ലർഡ് ആയിട്ടും വേറൊരു സ്ഥലത്ത് വേറെ ഒന്നായിട്ടും. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പൊ എസ് ഒക്കെ 8 ആയിട്ട് കാണാൻ. അതുകൊണ്ടാണ് ആ ഒരു എന്താണ് ഒരു 2D പോയിട്ട് ഒരു 3D പോലെ ആവുന്നത്. ഓക്കെ, അപ്പൊ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ വിഷമദൃഷ്ടിയാണ്, ലെൻസിന്റെ വക്രതയുടെ പ്രശ്നം കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് വെച്ചാൽ സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. ഓക്കെ, അസ്റ്റിഗ്മാറ്റിസം വിഷമദൃഷ്ടി, ലെൻസിന്റെ വക്രതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവിടെ ഉണ്ടാവുന്നത്. അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ പ്രസ് ബയോപ്പിയ ആണ്. പ്രസ് ബയോപ്പിയ, അതിന് നമ്മൾ വെള്ളെഴുത്ത് എന്നാണ് പറയുന്നത്. ഒരു 10, 40, 45 ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴേക്കും ഇപ്പൊ നിങ്ങളുടെ തന്നെ വീട്ടിലുള്ളവർക്ക് കുറച്ച് ഒരു 50 ഒക്കെ ഉള്ളവർക്കൊക്കെ മിക്കവാറും കണ്ടുവരുന്നതാണ് ഈ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. അത് ഇപ്പൊ നമ്മൾ നേരത്തെ ലെൻസിന്റെ വക്രതയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇത് ലെൻസിന്റെ ഇലാസ്തികതയുടെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലമാണ് പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്. ഇതിന്റെ കറക്ഷനും ബൈഫോക്കൽ ലെൻസ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ അതങ്ങനെ PSC ചോദിക്കാറില്ല. ഗ്ലാസ് വയ്ക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ആ സമയമാകുമ്പോൾ ഗ്ലാസ് സ്പെക്സ് കൊടുക്കാറുണ്ട്. അത് ബൈഫോക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്.
ഓക്കെ. അപ്പൊ പ്രസ്ബയോപ്പിയ വെള്ളെഴുത്താണ് ലെൻസിന്റെ ഇലാസ്തികതയുടെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതിന്റെ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈഫോക്കൽ ലെൻസ് ആണ്. ഓക്കെ. ഇനി അടുത്ത കണ്ടീഷൻ സ്ക്വിന്റ് ആണ്. സ്ക്വിന്റ് അല്ലെങ്കിൽ സ്ട്രാബിസ്മസ് എന്നൊക്കെ പറയും. ആ ഇംഗ്ലീഷ് ടേംസ് നിങ്ങൾ പഠിക്കുന്നത് അത് കോങ്കൺ ആണ്. അതായത് രണ്ട് കണ്ണിലും കറക്റ്റ് വിഷ്വൽ ഫീൽഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അലൈൻമെന്റ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ കോങ്കൺ എന്ന് വെച്ചാൽ എന്താണ്. നോക്കുന്നത് ആള് നോക്കുന്നത് ഒരു സ്ഥലത്തോട്ടായിരിക്കും, പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ നോക്കുന്നത് വേറെ സ്ഥലത്തോട്ടായിരിക്കും. അതായത് അലൈൻമെന്റിന്റെ പ്രോബ്ലം ആണ്, ഒരു മിസ് അലൈൻമെന്റ് പ്രോബ്ലം ആണ്, നെർവിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ സ്കിൻ എന്ന് പറഞ്ഞാൽ ഈ കോങ്കൺ ആണെന്ന് ഓർക്കാം, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് എന്നും കൂടി ഓർക്കാം. ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കളർ ബ്ലൈൻഡ്നെസ്, അതായത് വർണ്ണാന്ധത. വർണ്ണാന്ധത എന്ന് പറയുമ്പം എല്ലാ വർണ്ണങ്ങളോടുമുള്ള അന്ധതയല്ല, ചുവപ്പും പച്ചയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് ചുവപ്പും പച്ചയും തമ്മിൽ മാറിപ്പോകുന്ന ഒരു അവസ്ഥ, അതാണ് വർണ്ണാന്ധത. ഇത് കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്, അതുകൊണ്ട് തന്നെ ഡാൾട്ടണിസം എന്ന് പറയും. ഓക്കെ. അപ്പൊ കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്, അതുകൊണ്ട് ഡാൾട്ടണിസം ഇതിനെ പറയും. ഇത് നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പ്, പച്ച, നീല, ഇതിനകത്ത് നീല തിരിച്ചറിയാൻ പറ്റും, പക്ഷെ ചുവപ്പും പച്ചയും തിരിച്ചറിയാൻ പറ്റില്ല. ആ പ്രോബ്ലം ആണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഇഷിഹാര എന്ന് പറഞ്ഞ ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റ് പഠിക്കണം. ഇഷിഹാര എന്നാണ് ആ ടെസ്റ്റിന്റെ പേര്. വർണ്ണാന്ധത ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് ആണ് ഇഷിഹാര ടെസ്റ്റ്. ഓക്കെ. ഏതൊക്കെ വർണ്ണങ്ങളാണ് തിരിച്ചറിയാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുവപ്പും പച്ചയാണ്. ഈ വർണ്ണാന്ധത വിശദീകരിച്ച ആള് റോബർട്ട് ബോയിലാണ്. അയാൾ ഒരു കെമിസ്റ്റ് ആയിരുന്നു. റോബർട്ട് ബോയിൽ നിങ്ങൾക്ക് അറിയാല്ലേ, ബോയിൽസ് നെയിം ഒക്കെ അറിയാം. ഓക്കെ. അപ്പൊ ഈ റോബർട്ട് ബോയിലാണ് വർണ്ണാന്ധത വിശദീകരിച്ചത്, പക്ഷെ അത് കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആയതുകൊണ്ട് ഡാൾട്ടണിസം എന്നാണ് അറിയപ്പെടുന്നത്. കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ ഡാൾട്ടണിസം. ഓക്കെ. ചുവപ്പും പച്ചയാണ് തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ. അത് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ് ഇഷിഹാര ടെസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ ഇതൊക്കെ എടുക്കുമ്പോൾ അറിയാല്ലേ, ഫേസ്ബുക്കിന്റെ ലോഗോ എന്ന് പറയുന്നത് നീല കളർ അല്ലേ. അപ്പൊ ഫേസ്ബുക്ക് കണ്ടുപിടിച്ച ആൾ ആരാണ്? കണ്ടുപിടിച്ച ആളല്ല, ഫേസ്ബുക്ക് കൊണ്ടുവന്ന ആളാരാണ്? അയാൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് ചുവപ്പും പച്ചയൊന്നും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു, നീല പറ്റുമായിരുന്നു. അതുകൊണ്ട് ഫേസ്ബുക്ക് മൊത്തം ഒരു നീലമയമല്ലേ. നിങ്ങളൊക്കെ ഭയങ്കര നല്ല കുട്ടികളാണെങ്കിലും ആരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ. നിങ്ങളെ കൂടി കുറച്ച് ആക്റ്റീവ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ രസകരമായിട്ട് ക്ലാസ് എടുക്കാം. നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിച്ചൊന്നും ഇരിക്കണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് എടുക്കാം. ഓക്കെ. അപ്പൊ കളർ ബ്ലൈൻഡ്നെസ് ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ അടുത്ത രോഗം കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. കൺജങ്ക്റ്റിവൈറ്റിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും കേട്ടും കണ്ടും പരിചയമുള്ള, ചിലർക്ക് വന്നിട്ടുണ്ടാവും. ചെങ്കണ്ണാണ്. കൺജങ്ക്റ്റീവ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേത്രാവരണം. അപ്പൊ നേത്രാവരണം ഏറ്റവും പുറമേ ഉള്ളതല്ലേ, അപ്പം സകല ഇൻഫെക്ഷൻസും വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ഈ നേത്രാവരണം എന്ന് പറയുന്നത്. അത് നമുക്ക് ദൈവമായിട്ട് നമ്മുടെ ഈ ഒരു സൃഷ്ടിയിൽ വരുത്തിയ ഒരു നല്ലൊരു കാര്യമാണെന്നാണ് തോന്നുന്നത്. കാരണം കണ്ണെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണല്ലേ. അകത്ത് നമുക്ക് എന്തുമാത്രം ഒരു ദിവസം തന്നെ നമ്മൾ എന്തെല്ലാം നമ്മൾ കാണണം. നമുക്ക് വാട്സപ്പ് കാണണം, നമുക്ക് ഫേസ്ബുക്ക് കാണണം, പിന്നെന്താണ് ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, പിന്നെന്താണ് പഠിത്തം ഞാൻ പറയുന്നില്ല, അത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കി പിന്നെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണണം. ഈ കാണുന്ന ആ ഓർഗനായ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് എന്തുമാത്രം സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഫെക്ഷൻ ഒന്നും അധികം കണ്ണിലോട്ട് വരാതിരിക്കാൻ വേണ്ടി പുറത്തുള്ള സാധനത്തിലാണ് വരുന്നത്. അതുകൊണ്ട് നേത്രാവരണത്തിന് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ബാക്ടീരിയയിലാവാം, ഫംഗലാവാം, വൈറസ് ആവാം, കൂടുതലും വൈറലാണ്. ഓക്കെ. അപ്പം അത് ചെങ്കണ്ണാണ്. അത്ര നിങ്ങൾ ഓർത്താൽ മതി. ഒരു കണ്ണിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. നേത്രാവരണത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ്. ഓക്കെ. ഇനി അടുത്ത കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് ഗ്ലോക്കോമ എന്നാണ് പറയുന്നത്. ഗ്ലോക്കോമ നമ്മുടെ ഒപ്റ്റിക് നാഡിയുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പം ഒരു ന്യൂറോണൽ ഡാമേജ് ആണല്ലോ, ഒപ്റ്റിക് നാഡിയുടെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഗ്ലോക്കോമയുടെ മെയിൻ ലക്ഷണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കണ്ണിന്റെ മർദ്ദം സാധാരണതയും കൂടുതലായിരിക്കും. നമ്മളിപ്പം ശരീരത്തിന്റെ നമ്മുടെ രക്തമർദ്ദം നോക്കുന്ന ബ്ലഡ് പ്രഷർ നോക്കുന്നത് പോലെ തന്നെ കണ്ണിന്റെ മർദ്ദം നോക്കാൻ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ് നമ്മുടെ കണ്ണിന്റെ പുറത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണിന്റെ പ്രഷർ എത്രയാണെന്ന് പറയും. അതിലും അബ്നോർമൽ ആയിട്ട് കാണുന്ന ആ പ്രഷർ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് നിങ്ങൾ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, കൂടുതൽ ടെക്കീസിനാണ് കണ്ടുവരുന്നത്. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും എല്ലാവരും ഫോണും ഇതൊക്കെ നമ്മൾ ലൈറ്റ് ഒക്കെ രാത്രി അണച്ചിട്ട് ഒരുപാട് സമയം ഇങ്ങനെ എന്താണ് പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ലാതെ നമ്മൾ ഫോൺ കാണാം. അതുപോലെ തന്നെ ഒരുപാട് സമയം ഇപ്പം സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സമയം യൂസ് ചെയ്തതാണ്. ഒരു 20 മിനിറ്റ് എങ്കിലും കഴിയുമ്പോൾ പോയി കണ്ണൊക്കെ നല്ലപോലെ തണുത്ത വെള്ളത്തിൽ അടിച്ച് കഴുകുക. അങ്ങനെ കണ്ണിന്റെ മസിൽസിന് ഒരു ഇത് കൊടുക്കുക. അപ്പം നെർവ്സിനും ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്.
ഇത് ഇങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ കണ്ടിന്യൂസ്ലി കുറെ വർഷങ്ങളായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണിന്റെ പ്രഷർ കൂടും അല്ലേ? നമ്മുടെ ഒപ്റ്റിക് നെർവാണ് നമ്മൾ പഠിച്ചു. നമ്മുടെ ഒപ്റ്റിക് നെർവാണ് ഈ വീഴുന്ന ഇമേജ് എല്ലാം, പതിയുന്ന ഇമേജ് എല്ലാം നമ്മുടെ ബ്രെയിനിലോട്ട് കൊണ്ടു കൊടുക്കുന്നത്. ഈ ഒപ്റ്റിക് നെർവിന് എന്ത് വരും? ഒപ്റ്റിക് നെർവ് തളർന്നു പോകും ഒരുപാടായി കഴിയുമ്പോൾ. അപ്പം ഓട്ടോമാറ്റിക്കലി കണ്ണിന്റെ പ്രഷർ കൂടും. കണ്ണിന്റെ പ്രഷർ കൂടുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഒരു സാധനം കാണുന്നതിന് പകരം ഈ ഒരു ദീപത്തിന് ചുറ്റും നമ്മുടെ ഒരു ഓറ പോലെ കുറച്ച് വലയങ്ങൾ ഉണ്ടാവുമല്ലോ, അത് കണക്കുള്ള ഇമേജസ് ഒക്കെ കാണാൻ തുടങ്ങും. അപ്പം അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഈ ദീപത്തിന് ചുറ്റും വലയങ്ങൾ കാണുന്നത് പോലെ ആയിരിക്കും ഇമേജ് കാണുന്നത്. ഒപ്റ്റിക് നെർവിന്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ കണ്ണിലെ പ്രഷർ സാധാരണയിൽ കൂടുതലായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നാണ് പറയുന്നത്. ഇത് പഠിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇപ്പം അറിയാം. നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ നമ്മുടെ സൈലന്റ് കില്ലർ എന്നല്ലേ പറയുന്നത്, അതായത് നിശബ്ദനായ കൊലയാളി എന്നല്ലേ പറയുന്നത്. സെയിം തിങ് തന്നെ, കണ്ണിന്റെ പ്രഷർ കൂടുമ്പോൾ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി. ഓക്കെ, അപ്പൊ കണ്ണിന്റെ പ്രഷർ സാധാരണയിൽ കൂടുന്ന കണ്ടീഷനാണ് ഗ്ലോക്കോമ. ഒപ്റ്റിക് നെർവിന്റെ തകരാറ് മൂലമാണ് ഗ്ലോക്കോമ ഉണ്ടാവുന്നത്. ഓക്കെ, ദീപത്തിന് ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്നത് പോലെയാണ് ഇമേജ് കാണപ്പെടുന്നത്. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടുമ്പോഴുള്ള അവസ്ഥ സൈലന്റ് കില്ലർ എന്നാണല്ലോ പറയുന്നത്. സെയിം തിങ് തന്നെ കണ്ണിന്റെ പ്രഷർ കൂടുമ്പോൾ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി. കുറച്ച് പ്രായം കൂടുമ്പോഴാണ് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൊണ്ട് ഒരു 45-നുള്ളിലുള്ളവർക്കൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇനി നിങ്ങൾ സിസ്റ്റം ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടോ, അതുപോലെ തന്നെ ഇപ്പൊ കണ്ണിന് വേറെ പ്രശ്നമില്ലാത്തവരാണെങ്കിലും വേണമെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് വെക്കാം ഡയറക്റ്റ് കണ്ണിലേക്ക്. കണ്ണിന്റെ മാത്രമല്ല, ഉപയോഗിക്കുന്ന സമയത്ത് വെളിച്ചത്തിലാണോ ഉപയോഗിക്കേണ്ടത്, ലൈറ്റുള്ള സ്ഥലത്തിനാണോ ഉപയോഗിക്കേണ്ടത്? എന്തോ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുമ്പോ ലൈറ്റുള്ള സ്ഥലത്താണോ ഉപയോഗിക്കേണ്ടത്? അതെ അതെ, സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ടി വി ഒക്കെ കാണുവാണെങ്കിൽ നമുക്കൊരു ഡിസ്റ്റൻസ് ഇടാം അല്ലെ? ഇപ്പൊ നമുക്ക് കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും ഇപ്പൊ ടി വി ആയിരുന്നു നമ്മൾ കാണുന്നതെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ഒരു 10 മീറ്റർ ഇത്തിരിയെങ്കിലും ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് ഇരിക്കാം. പക്ഷെ സിസ്റ്റം നമുക്ക് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം സിസ്റ്റം ആണെങ്കിലും അപ്പൊ നിങ്ങൾ ഒന്നില്ലെങ്കിൽ കണ്ണിലേക്ക് ഡയറക്റ്റ് അടിക്കുന്നതിന് വരെ നിങ്ങൾ ഗ്ലാസ് ഉപയോഗിക്കാം. പ്ലെയിൻ ഗ്ലാസ് ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഡിഫക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ വെറും പ്ലെയിൻ ഗ്ലാസ് വെക്കാം. അപ്പോഴും ഡയറക്റ്റ് ലൈറ്റ് കണ്ണിലൂടെ എത്തില്ല. പ്രോപ്പർ ലൈറ്റിംഗ് എപ്പോഴും ആവശ്യമാണ്, സഫീഷ്യന്റ് ലൈറ്റ് എപ്പോഴും വേണം. അതിപ്പം നിങ്ങൾ സിസ്റ്റം എന്ത് സാധനം, ഇപ്പൊ മൊബൈൽ യൂസ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ലാപ്പ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ എപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്നതും. ഇപ്പൊ നിങ്ങൾ എവിടെ നോക്കിയാലും കാണുന്നത് മൊബൈലല്ലേ? ബസ്സിൽ നിന്നാലും നിങ്ങൾ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവരും ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. ഈ കണ്ണിന്റെ കാര്യം മാത്രമല്ല, അതിന്റെ റേഡിയേഷൻ പ്രശ്നമാണ്. നിങ്ങൾ പോക്കറ്റിലും ഇപ്പം ഒന്നില്ലെങ്കിൽ പാന്റിന്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഷർട്ടിന്റെ പോക്കറ്റിലോ എവിടെ വെച്ചാലും ആ ഓർഗൻസിന് അത് പ്രശ്നമാണ്. ചിലര് മൊബൈലാണ് ഞാൻ പറയുന്നില്ല, സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ജീവിതം എന്ന് പറയുന്ന എല്ലാവരുടെയും. അത് നല്ല സൈഡും ഉണ്ട്, അതിന് ചീത്ത സൈഡും ഉണ്ട്. അതിന്റെ ഹെൽത്തിന്റെ സൈഡ് എഫക്ട്സ്, അഡ്വേഴ്സ് എഫക്ട്സ് കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് യൂസ് ചെയ്യാമെങ്കിൽ നല്ലതാണ്. അപ്പം കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ലാപ്പാണ് എപ്പോഴും നല്ലത്. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിലും ഇപ്പൊ ഇനി ഒരു സിനിമ കാണാനാണെങ്കിലും ലാപ്പ് വീട്ടിലുണ്ടെങ്കിൽ ലാപ്പ് യൂസ് ചെയ്ത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതാകുമ്പോൾ ഡയറക്റ്റ് റേഡിയേഷൻ അടിക്കുന്നില്ല. പിന്നെ ഒരു ഗ്ലാസ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ടി വി പോലെ തന്നെ ഒരു മിനിമം ഡിസ്റ്റൻസിൽ മാറ്റിയിരുന്ന് കാണാം. അപ്പം സ്ട്രെയിൻ കുറയും. പക്ഷെ ഇപ്പം ടെക്നിക്കൽ, ഇപ്പൊ ടെക്നോ പാർക്ക് അതുപോലെ ഇൻഫോ പാർക്ക് അതുപോലെയുള്ള അങ്ങനത്തെ ഒക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പൊ ബാങ്ക് ജോലി അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഫുൾ ടൈം അവർ ലാപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും ഈ നോട്ട്സ് ഒക്കെ എഴുതി എടുത്ത് പഠിക്കാം. ഇപ്പം സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കുന്നതിനേക്കാളും നോട്ട്സ് ആയിട്ട് തന്നെ എഴുതിയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുറച്ചും കൂടി നിങ്ങളുടെ നെർവ്സിനും അതുപോലെ കണ്ണിനും സ്ട്രെയിൻ കുറവായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത കണ്ടീഷനാണ് കാറ്ററാക്ട്. കാറ്ററാക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, തിമിരം എന്നാണ് പറയുന്നത്. നമ്മൾ ലെൻസിന്റെ ഇലാസ്റ്റികതയുടെ കാര്യം പറഞ്ഞു, ലെൻസിന്റെ വക്രതയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് എന്തോന്ന്? കാറ്ററാക്ട്. ഓക്കെ, തിമിരം എന്നാണ് പറയുന്നത്. ഇതും കുറച്ച് പ്രായമായി കഴിയുമ്പോഴാണ് വരുന്നത് കാറ്ററാക്ട്. അപ്പൊ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് കാറ്ററാക്ട്. ഇത് ചോദിക്കാറുണ്ട്, കാറ്ററാക്ട് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിലർക്ക് സർജറി വേണ്ടി വരും. ഈ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ കോസ് പറഞ്ഞല്ലേ, കോസ് എന്തായിരുന്നു? ലെൻസിന്റെ സുതാര്യതയാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു? കോർണിയയിലൂടെ കടന്ന്, പിന്നെ കൃഷ്ണമണിയിലൂടെ കടന്ന്, പിന്നെ ലെൻസിലൂടെ കടന്ന്, പിന്നെ വലിയ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. ആ ലെൻസിലൂടെ കടക്കുമ്പോൾ ലെൻസ് സുതാര്യമായിരിക്കണ്ടേ?
ആ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോഴാണ് ഈ തിമിരമായിട്ട് അത് ഭവിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? ലെൻസ് മാറ്റി വെക്കാണ് സംഭവിക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ കണ്ണ് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഇനി പറയും കണ്ണ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് കോർണിയാണ്. അതായത് പുറത്തുള്ള സുതാര്യമായ ഭാഗം ഏതായിരുന്നു? കോർണിയല്ലേ, കാജപടലം. അതായിരുന്നു നമ്മൾ മാറ്റി വെക്കുന്നത് സർജറിയുടെ സമയത്ത്. പക്ഷെ ഇവിടെ കോർണിയ മാറ്റി വെക്കേണ്ട കാര്യമില്ല, കാരണം കോർണിയക്ക് തകരാറില്ല. എവിടെയാണ് തിമിരത്തിന് പ്രശ്നം? ലെൻസിന്റെ സുതാര്യത ആണ് പ്രശ്നം. അവിടെ നിന്നാണ് പിന്നെ എന്താണ് റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ ഈ ലെൻസിന്റെ സുതാര്യത കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് തിമിരം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് തിമിര ശസ്ത്രക്രിയ നടത്തിയത് ആയുർവേദത്തിന്റെ ആചാര്യനായിരുന്ന സുശ്രുതനാണ്. ഫാദർ ഓഫ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന സുശ്രുതനാണ്. ഫാദർ ഓഫ് സർജറിയാണ് സുശ്രുതൻ. സുശ്രുതൻ അറിയാലോ അല്ലേ? ഓക്കെ, അപ്പം പുള്ളിക്കാരനാണ് ആദ്യമായിട്ട് തിമിര ശസ്ത്രക്രിയ നടത്തിയത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ സ്ലൈഡിൽ അസ്റ്റിഗ്മാറ്റിസം പറഞ്ഞു, പ്രസ്ബയോപ്പിയ പറഞ്ഞു, സ്പിൻഡ് പറഞ്ഞു, സ്പിൻഡ് അല്ലെങ്കിൽ സ്ട്രാബിസ്മസ്, പിന്നെ കളർ ബ്ലൈൻഡ്നെസ് പറഞ്ഞു, കൺജങ്ക്റ്റിവൈറ്റിസ് പറഞ്ഞു, ഗ്ലോക്കോമ പറഞ്ഞു, കാറ്ററാക്ട് പറഞ്ഞു. ഇത്രയൊക്കെ ആണ്. ഇനി അടുത്ത നമ്മൾ കണ്ണിന്റെ സർജറിനെ കുറിച്ചാണ്. അതായത് കണ്ണ് മാറ്റിവെക്കൽ എന്ന് പറയുന്ന പ്രോസസ്. അത് നമ്മൾ പറഞ്ഞു എന്താണ്, കോർണിയാണ് മാറ്റിവെക്കുന്നത്, അതായത് കാജപടലമാണ് മാറ്റിവെക്കുന്നത്. ആ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. അതിന്റെ മലയാളമൊന്നും ഇല്ല കേട്ടോ, കെരാറ്റോപ്ലാസ്റ്റി തന്നെയാണ് കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. ഓക്കെ, അത് ആദ്യമായിട്ട് നടത്തിയ ആളെന്ന് പറയുന്നത് ഡോക്ടർ എഡ്വേർഡ് കൊണാഡ് സിം ആണ്. ഡോക്ടർ എഡ്വേർഡ് കൊണാഡ് സിം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 1905 ഡിസംബർ 7 അത് നടത്തിയത്. ഫസ്റ്റ് കെരാറ്റോപ്ലാസ്റ്റി, അതായത് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ എഡ്വേർഡ് കൊണാഡ് സിം ആണ്. 1905 ഡിസംബർ 7 നടത്തിയത്. ഓക്കെ, ഇനിയിപ്പോ കണ്ണ് മാറ്റിവെക്കൽ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ കണ്ണ് ദാനം ചെയ്യുമല്ലേ? ഇപ്പൊ ലോക നേത്രദാന ദിനം എന്നാണ് ആർക്കെങ്കിലും അറിയോ? ലോക നേത്രദാന ദിനം. ഓക്കെ, ജൂൺ 10 ലോക നേത്രദാന ദിനം. ഈ ദാനം ചെയ്യുന്നതിന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ നേത്രം ദാനം ചെയ്യാം. കാരണം എന്തായാലും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നേത്രം നമുക്ക് ആവശ്യമില്ല. അപ്പം നേത്രദാനം ചെയ്യാം. ജീവിച്ചിരിക്കുമ്പോഴേ നമ്മൾ അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം സൈൻ ചെയ്ത് കൊടുത്താലേ മരിച്ചു കഴിയുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ നേത്രമാണ് കൂടുതൽ എടുക്കുന്നത്. അതും മരിച്ചു കഴിഞ്ഞിട്ട്. ഓക്കെ, വെൽ ഡൺ. മുഹമ്മദ് റദീസ് ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവരും ചെയ്യുക. നമുക്ക് എല്ലാവർക്കും സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത. എന്തായാലും ജീവിച്ചിരിക്കുമ്പോഴേ ആർക്കും പ്രയോജനമില്ല, മരിച്ചു കഴിയുമ്പോഴെങ്കിലും പ്രയോജനം ഉണ്ടാകത്തല്ലേ, അങ്ങനെ വിചാരിച്ചു കേട്ടോ നമ്മളും ചെയ്ത്. ഓക്കെ, അപ്പം ഇവരെയൊക്കെ നിങ്ങൾക്ക് ഉദാഹരണമാക്കാം. സീമ മാലിനി ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലടോ, ഒരു ഫോം കൊടുത്താൽ മതി. മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നാൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ഫോം കൊടുക്കാം. നേത്രം മാത്രമല്ല, വേണമെങ്കിൽ ശരീരം ദാനം ചെയ്യാം, എല്ലാം, ഹൃദയം ദാനം ചെയ്യാം, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ദാനം ചെയ്യാം. മനുഷ്യ ശരീരം തന്നെ വേണമെങ്കിൽ ദാനം ചെയ്യാം. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഓക്കെ, അപ്പൊ മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് 6 മണിക്കൂറിനുള്ളിൽ ഈ കണ്ണ് ദാനം ചെയ്യണം. കാരണം ഈ കോർണിയാണ് നമ്മൾ ദാനം ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. അപ്പൊ കുറച്ചേരം കൊണ്ട് കഴിയുമ്പോൾ അത് പിന്നെ നേത്രദിനം എന്നായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നേത്രമല്ല, കാഴ്ച ദിനം എന്ന് പറഞ്ഞൊരു ദിനം ഉണ്ട്. ശരിയാണ്, അതൊന്ന് ആരെങ്കിലും റെഫർ ചെയ്ത് പറയണേ. കാഴ്ച ദിനം. ഓക്കെ, ഇത് നേത്രദാന ദിനമാണ്. നേത്ര അവയവ ദാന ദിനം അത് ജൂൺ 10. അല്ലാതെ കാഴ്ച ദിനം വേറെ ഒന്നും തോന്നുന്നു. ശരിയല്ല, ഉണ്ട്. ഓക്കെ, അപ്പം മരിച്ചു കഴിഞ്ഞ വ്യക്തിയുടെ അടുത്ത് 6 മണിക്കൂറിനകം 4 to 6 hours ആണ്, അല്ലെങ്കിൽ മാക്സിമം 6 hours. 6 hours കണ്ണ് ദാനം ചെയ്യണം. ഓക്കെ, ഈ മുഹമ്മദ് റജീസ് അതുപോലെ സീമ മാലിനി നിങ്ങൾ സ്വന്തമായി ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തതാണോ ഐ ഡൊണേഷൻ? കോളേജിന്റെ ഭാഗമായിട്ട് ചെയ്തതായിരുന്നു, കോളേജ് പഠിക്കുന്ന സമയത്ത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഇവിടെ അടുത്ത ഒരു ക്ലബിന്റെ ഭാഗമായിട്ട് അവയവദാന ഇതുണ്ടായിരുന്നു, അത് ആ സമയത്ത് ചെയ്തായിരുന്നു. ഓക്കെ, എന്തായാലും ആ 2 പേരും മാതൃകയാവട്ടെ, ബാക്കിയുള്ളവർക്ക് പ്രചോദനമാവട്ടെ. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഓക്കെ അല്ലേ? കണ്ണുമാറ്റൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ കെരാറ്റോപ്ലാസ്റ്റി ആണ്, കോർണിയാണ് മാറ്റിവെക്കുന്നത്. ആദ്യമായിട്ട് നടത്തിയത് ഡോക്ടർ എഡ്വേർഡ് കൊണാഡ് സിം ആണ്. 1905 ഡിസംബർ 7 നടത്തിയത്. ജൂൺ 10 നേത്രാവയവദാന ദിനം.
അതുപോലെ മരിച്ചു കഴിഞ്ഞ് 4 to 6 hours മാക്സിമം 6 hours ഡൊണേഷൻ നടന്നിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കണ്ണിനെ കുറിച്ചുള്ള പഠനം. നമ്മൾ പറഞ്ഞില്ലേ എന്ത് സാധനം പഠനം പഠിക്കണം. കണ്ണിന്റെ ഈ ഒഫ്താൽമോ എന്ന് റിലേറ്റ് ചെയ്യുന്ന എല്ലാം കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഓളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, സ്റ്റഡിയാണ്. അപ്പം ഓഫ്താൽമോളജിയാണ് കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. ഇനി കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2-3 ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും. ഈ സ്മെല്ലും ചാർട്ടും അങ്ങനെ ഒന്നും അല്ലാണ്ട് കണ്ണിന് നമ്മളിപ്പം ഒരു ഡാർക്ക് റൂമിലൊക്കെ എടുത്തി ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പൊ ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഒഫ്താൽമോസ്കോപ്പ്. ഓക്കെ, അപ്പൊ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി, കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഒഫ്താൽമോസ്കോപ്പ്. ഓക്കെ, ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മുടെ കണ്ണ് ഇവിടെ അവസാനിച്ചു. ജസ്റ്റ് ഒന്ന് ഞാൻ റിവൈസ് ചെയ്യാം. കണ്ണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സെൻസ് ഓർഗൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും അധികം ചോദിക്കുന്നത് കണ്ണാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ നിങ്ങൾ റെഫർ ചെയ്യുന്നവരാണോ? എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നവരാണോ? അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് കണ്ടു കാണുമല്ലോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ വിറ്റമിൻസും കണ്ണും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അല്ലേ? അപ്പൊ കണ്ണ് യെസ്. അപ്പൊ നമുക്ക് കണ്ണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പോവാം. എന്താണ് ഇന്ദ്രിയാനുഭവത്തിന്റെ 80% പ്രദാനം ചെയ്യുന്ന അവയവം ഏതാണ്? കണ്ണാണ്. ഓക്കെ, കണ്ണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തലയോട്ടിലെ കുഴിയായ നേത്രകോട്ടത്തിന്റെ അകത്തുള്ള കുഴിയിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. 3 പാളികളുണ്ട്: ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അതായത് സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. ഓക്കെ, ഇതിന്റെ പുറത്ത് ഗ്ലാസ് പോലെ കാണുന്ന ഒരു ഭാഗമാണ് കാചപടലം എന്ന് പറയുന്നത്. കണ്ണിന്റെ പുറത്തുള്ള ആവരണമാണ് നേത്രാവരണം. ഏറ്റവും പുറം പാളി കോർണിയും സ്ക്ലീറയും ചേർന്നതാണ്. അതാണ് കണ്ണിന്റെ രൂപവും ദൃഢതയും സപ്പോർട്ടും ആഴത്തിലുള്ള ഘടനകളെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ കോർണിയും സ്ക്ലീറയും ചേർന്നിട്ടാണ്. കോർണിയ സുതാര്യവും കൂടുതൽ വളഞ്ഞതുമാണ്. പിന്നെ കോർണിയും സ്ക്ലീറയും കൂടിച്ചേർന്ന പ്രദേശമാണ് ലിംബസ്. ഓക്കെ, ഇനി മധ്യപാളി, അതായത് നമ്മുടെ രക്തപടലം യുവി ആണ് അറിയപ്പെടുന്നു. കൊറോയിഡാണ്, സിലിയറി ബോഡി, ഐറിസ് എന്നൊക്കെ ഉണ്ട്. കണ്ണിന്റെ മധ്യഭാഗത്തുള്ള ഇരുണ്ട നിറത്തിൽ കാണുന്ന വൃത്താകൃതിയിലുള്ള ഘടനയാണ് ഐറിസ്. ഐറിസിന് നടുക്കുള്ള ദ്വാരമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. അത് കറുത്തതാണ്. നമ്മുടെ മെലാനിനുള്ളതുകൊണ്ടാണ് അത് കറുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഐറിസിന് കോർണിയയ്ക്ക് ഇടയ്ക്കുള്ള അറയാണ് അക്വസറ. അതിനുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ഓക്കെ, അടുത്തത് നമ്മുടെ ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് ബൈകോൺവെക്സ് ലെൻസ് ആണ്. മനുഷ്യന്റെ കണ്ണ് ബൈകോൺവെക്സ് ആണ്. ഓക്കെ, ഇനി ഈ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയ്ക്കുള്ള ഒരു അറയാണ് വിട്രസ് ചേമ്പർ. ഇതിനകത്തുള്ള ഫ്ലൂയിഡ് ആണ് സ്ഫടിക ദ്രവം അല്ലെങ്കിൽ വിട്രസ് ദ്രവം. ഓക്കെ, ഇനി ഏറ്റവും അകത്തുള്ള ഉൾപാളിയാണ്, ഏറ്റവും ആന്തരികമായ പാളിയാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. കോർണിയയിലൂടെ കടക്കുന്ന പ്രകാശം പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണിയിലൂടെ കടന്ന് ലെൻസിലൂടെ റെറ്റിനയിലെത്തി. റെറ്റിനയിലെ ഫോട്ടോസെൻസിറ്റീവ് സെൽസ് ആ ഫോട്ടോൺസ് എന്താക്കും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്ത് അത് ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലെത്തി അത് കാഴ്ചയായിട്ട് വിഷനായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഇനി മാക്കിൽ നമ്മൾ പറഞ്ഞു ഫംഗ്ഷണൽ സെന്റർ ഓഫ് റെറ്റിനയാണ്. 20/20 എന്ന് പറഞ്ഞ പെർഫെക്റ്റ് വിഷൻ സാധ്യമാക്കുന്നതാണ്. നിക്കട ബിന്ദു എന്നാണ് പറയുന്നത്. ഇതുമുതൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹികളുള്ളത് യെല്ലോ സ്പോട്ട് ആണ്. അന്ധബിന്ദു ബ്ലാക്ക് സ്പോട്ട് ആണ്. റോഡ് സെൽസും കോൺസെൽസും ഒന്നുമില്ല. ഇനി റെറ്റിനയിലുള്ള നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളാണ്. ഓക്കെ, ലോക കാഴ്ച ദിനം ഒക്ടോബർ 2nd Thursday എന്നാണ് ഇവിടെ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. മീര സുരേന്ദ്രൻ കറക്റ്റ് ആണല്ലോ അല്ലെ? മീര, ഒക്ടോബർ 2nd Thursday. അപ്പൊ അതും കൂടി പഠിക്കാട്ടോ. ലോക കാഴ്ച ദിനം ഒക്ടോബർ 2nd Thursday. ഓക്കെ, അപ്പം റെറ്റിനയിലുള്ള 2 തരം കോശങ്ങളാണ് റോഡ് സെൽസും കോൺ സെൽസും. റോഡ് സെൽസിലുള്ള വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ, വിഷ്വൽ പർപ്പിൾ. ഈ റോഡ് സെൽസ് എന്താണ്? റോഡ് സെൽസ് എന്ന് പറഞ്ഞാൽ മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നത്. അതുപോലെ കറുപ്പും വെളുപ്പും എന്നുള്ള ആ വ്യത്യാസം സാധ്യമാക്കുന്നതും റോഡ് സെൽസ് ആണ്. അടുത്ത കോൺ സെൽസ് എന്തായിരുന്നു പറഞ്ഞത്? കോൺ കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളർ വിഷൻ, അതായത് നമ്മുടെ നിറങ്ങളുടെ കാഴ്ച സാധ്യമാക്കുന്നതും അതുപോലെ തീവ്രപ്രകാശത്തിൽ ബ്രൈറ്റ് ലൈറ്റ് വിഷൻ സാധ്യമാക്കുന്നതും കോൺ കോശങ്ങളാണ്. കോൺ കോശങ്ങളിലുള്ള വർണ്ണവസ്തുവാണ് അയോഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ, വിഷ്വൽ വയലറ്റ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത കണ്ണിലുള്ള ഗ്രന്ഥിയാണ് കണ്ണുനീർ ഗ്രന്ഥി. അതിലുള്ള എൻസൈമാണ് ലൈസോസൈം. രോഗാണുക്കളെ നശിപ്പിക്കും. ഇപ്പൊ ലൈസോസോം എന്താണെന്ന് നോക്കുക. പിന്നെ അതിലുള്ള ലോഹമാണ് സിങ്ക്. സിങ്ക് ആണ് കണ്ണിന് തിളക്കം കൊടുക്കുന്നത്. പിന്നെ എത്ര ജനിച്ച് 3 ആഴ്ച പ്രായം കഴിയുമ്പോഴാണ് കണ്ണുനീര് ഉത്പാദിക്കപ്പെടുന്നത്. പിന്നെ കണ്ണ് ചിമ്മാനും അടയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ആ റിഫ്ലെക്സ് ആണ് സെറിബ്രൽ റിഫ്ലെക്സ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും കുറഞ്ഞ കാഴ്ചയ്ക്കുള്ള വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ ആണ്. വീക്ഷണ സ്ഥിരത നമ്മൾ പറഞ്ഞു എന്താണ് ഒരു വസ്തു ജനിപ്പിക്കുന്ന ആ ദൃശ്യാനുഭവം എത്ര സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തന്നെ തന്നു നിൽക്കുന്നുള്ള പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ 1/16 സെക്കൻഡ്സ് ആണ്. അവിടുത്തെ സമഞ്ജനക്ഷമത, അതായത് പവർ ഓഫ് അക്കോമഡേഷൻ നമ്മൾ പറഞ്ഞു. കണ്ണിൽ നിന്ന് ഒരു വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ചിട്ട് പ്രതിബിംബം നമ്മുടെ ദൃഷ്ടിപടലത്തിൽ തന്നെ നിൽക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത. അടുത്തത് നമ്മൾ പറഞ്ഞു കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന സ്നെല്ലൻ ചാർട്ടാണ്. ഹെർമൻ സ്നെല്ലനാണ് കണ്ടുപിടിച്ചത്. 6 മീറ്റർ ആണ് ഇതിന്റെ ഡിസ്റ്റൻസ്.
ഇനി കണ്ണിന്റെ ഡിഫക്ട്സ് ആണ് മയോപ്പിയ, അതായത് ഹ്രസ്വദൃഷ്ടി. ഈ മേജർ റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും ഫോം ചെയ്യുന്നത്. നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതിന്റെ കാരണം കറക്റ്റ് ചെയ്യുന്നത് അവതല ലെൻസ് ആണ്, അല്ലെങ്കിൽ കോൺകേവ് ലെൻസ്. അടുത്ത ഹൈപ്പർമെട്രോപ്പി അല്ലെങ്കിൽ ദീർഘദൃഷ്ടി. ഇമേജ് എവിടെയായിരിക്കും? ദൃഷ്ടിപട്ടലത്തിന് പുറകിലായിരിക്കും ഫോം ചെയ്യുന്നത്. നേത്രഗോളത്തിന്റെ നീളം കുറയുന്നത് മൂലമാണ് ഇത് ഉണ്ടാവുന്നത്. കറക്റ്റ് ചെയ്യുന്നത് ഉത്തല ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ്. രണ്ടിന് കണ്ണിന് തകരാറുണ്ടെങ്കിൽ ബൈഫോക്കൽ ലെൻസ്. ഓക്കെ, അടുത്ത അസ്റ്റിഗ്മാറ്റിസം വിഷമദൃഷ്ടിയാണ്. ലെൻസിന്റെ വക്രത ഉള്ള പ്രശ്നം, വക്രത ഉണ്ടാവുന്നതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് അസ്റ്റിഗ്മാറ്റിസം ഉണ്ടാവുന്നത്. ഇമേജ് പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്യില്ല. സിലിണ്ടറിക്കൽ ലെൻസ് ആണ് കറക്ഷൻ. അടുത്ത പ്രസ്ബയോപ്പിയ, വെള്ളെഴുത്താണ്. ലെൻസിന്റെ ഇലാസ്തികത, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചോണേ. ചിലപ്പോൾ പ്രസ്ബയോപ്പിയ എങ്ങനെയാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ലെൻസിന്റെ ഇലാസ്തികത മാറുന്നതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ലെൻസിന്റെ സുതാര്യത മാറുന്നതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ലെൻസിന്റെ വക്രതയ്ക്കുള്ള പ്രശ്നം, ഇങ്ങനെയായിരിക്കും. അപ്പൊ ഓരോന്നിന്റെയും കറക്റ്റ് പ്രോബ്ലം എന്താണെന്ന് പഠിച്ചോണം. അതിന്റെ കറക്ഷൻ ബൈഫോക്കൽ ലെൻസ് ആണ്. അടുത്ത സ്പിൻഡ് അല്ലെങ്കിൽ സ്ട്രാബിസ്മസ് അല്ലെങ്കിൽ കോക്കൺ എന്ന് നമ്മൾ പറഞ്ഞു, മിസ് അലൈൻമെന്റ് ആണ്. അടുത്ത കളർ ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്, വിശദീകരിച്ചത് റോബർട്ട് ബോയിൽ ആണ്. ചുവപ്പും പച്ചയും തമ്മിലുള്ള വർണ്ണ വ്യത്യാസം കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. ഇഷിഹാര ടെസ്റ്റ് ആണ് അത് നിർണ്ണയിക്കുന്നതിനുള്ളത്. അടുത്ത കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണാണ്, ഇൻഫെക്ഷൻസ് വരുന്നതാണ്. അടുത്ത ഗ്ലോക്കോമ നമ്മൾ പറഞ്ഞു, ഒപ്റ്റിക് നെർവിനുള്ള തകരാറാണ്. എന്താണ്? കണ്ണിന്റെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ്. നിശബ്ദനായ കാഴ്ചയ്ക്ക് അഭാരി എന്നാണ് പറയുന്നത്. ദീപങ്ങൾക്ക് ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്നത് പോലെ കാണുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. അടുത്ത കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം, ലെൻസിന്റെ സുതാര്യം നഷ്ടപ്പെടുന്നതാണ് കാറ്ററാക്ട്. അപ്പൊ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ലെൻസ് ആണ് സർജറിയിലൂടെ മാറ്റിവെക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തിമിര ശസ്ത്രക്രിയ നടത്തിയ ആള് നമ്മുടെ ഫാദർ ഓഫ് സർജറി സുശ്രുതനാണ്. ഓക്കെ, അടുത്ത കെരാറ്റോപ്ലാസ്റ്റി കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. ഡോക്ടർ എഡ്വേർഡ് കോണാഡ് സിമാണ് നടത്തിയത്. 1905 ഡിസംബർ 7 നടത്തിയത്. അടുത്ത കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി, കണ്ണിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഒഫ്താൽമോസ്കോപ്പ്. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് ഇവിടെ പറഞ്ഞ കാര്യം, ഒക്ടോബർ 2 തേഴ്സ്ഡേ ആണ് ലോക കാഴ്ച ദിനം. ജൂൺ 10 നേത്ര അവയവ ദിനം. മരിച്ച് 6 അവേഴ്സിനുള്ളിൽ രക്തം കണ്ണ് എടുക്കണം, കോർണിയ മാറ്റിവെക്കണം. അപ്പൊ കണ്ണ് ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ഓർഗനിലോട്ട് പോവാം. അത് ചെവിയാണ്. ചെവി ഒരുപാട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ പോയിന്റ് വൈസ് ജസ്റ്റ് ഒന്ന് ഒന്ന് അവെയർ ആയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൊന്നും വേണ്ട. അപ്പൊ ചെവി എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, ചെവി എന്ന് പറയുമ്പോൾ കേൾക്കാൻ വേണ്ടി, കേൾവി ശക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ശരീരത്തിന്റെ തുലനമില്ല, അതായത് ബാലൻസ് ചെയ്യുന്നതും ചെവിയാണ്. ഓക്കെ, അപ്പം ചെവിയുടെ ഇതിപ്പോ കണ്ണിന് നമ്മൾ കാഴ്ച പറയുന്നത് പോലെ തന്നെ ചെവിക്ക് കേൾവി എന്ന് പറയും. കേൾവിയാണ് മെയിൻ ധർമ്മം എങ്കിലും ചെവിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിന്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി. ഓക്കെ, അപ്പൊ അതും പ്രത്യേകമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ചെവിയുടെ പാർട്ടുകൾ നോക്കാം. 3 പാർട്ടുകളായിട്ടാണ് പ്രധാനം പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. അതിനെയാണ് നമ്മൾ മലയാളത്തിൽ എന്ത് പറയുന്നത്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഓക്കെ, എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. അതാണ് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഓക്കെ, ഇനി ഓരോന്നിന്റെയും പ്രത്യേകമായിട്ട് അവിടെ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ബാഹ്യകർണം നമുക്ക് അറിയാലേ. ബാഹ്യകർണം എന്ന് പറഞ്ഞാൽ അവിടെ 3 പാർട്സ് ഉണ്ട്: ചെവിക്കുട, കർണനാളം, കർണപടം. ചെവിക്കുട, അതാണ് നമ്മൾ പുറമേ കാണുന്ന ചെവിക്കുട. കുട പോലെയല്ലേ അതിരിക്കുന്നേ? ചിലരുടെ ഒക്കെ കണ്ടാൽ ശരിക്കും അറിയാൻ പറ്റും, നല്ല കുട പോലെ ആയിരിക്കും, വലിയ നമ്മുടെ ഗണപതിയുടെ ഒക്കെ ചെവി പോലെ. അപ്പം ചെവിക്കുട, അതിനെയാണ് നമ്മൾ പിന്നാന്ന് പറയുന്നത്. അടുത്തത് കർണനാളം. നാളം എന്ന് പറയുമ്പോഴേ അറിയാലോ, ഒരു ട്യൂബാണ്, അതായത് ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ ഇയർ കനാൽ എന്നാണ് പറയുന്നത്. അടുത്തത് കർണപ്പടം. കർണപ്പടമാണ് ഇയർ ഡ്രം. ഓക്കെ, അപ്പം ചെവിയുടെ 3 പാർട്സ് ആണ്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അതിൽ ബാഹ്യകർണത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാഹ്യകർണത്തിന്റെ 3 പാർട്സ് ആണ്: ചെവിക്കുട, കർണനാളം, കർണപടം. ചെവിക്കുട, കർണനാളം, കർണപടം. അതായത് പുറമേ കാണുന്ന ആ ചെവിക്കുടയാണ് പിന്നെ അത് അകത്തോട്ട് പോകുന്ന വഴിയാണ് ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ ഇയർ കനാൽ, അതായത് കർണനാളം. അകത്തുള്ളതാണ് കർണപടം അല്ലെങ്കിൽ ഇയർ ഡ്രം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതിനകത്ത് ചോദിക്കുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. ഈ ചെവിക്കുള്ളില് ഒരു മെഴുക് ഗ്രന്ഥികളുണ്ട്, വാക്സ് ഗ്ലാൻസ് ഉണ്ട്. ആ വാക്സ് ഗ്ലാൻസ് ആണ് നമ്മുടെ ചെവിയിൽ നിന്ന് നമ്മൾ വാക്സ് എടുത്ത് കളയത്തില്ലേ? ഓക്കെ, ആ വാക്സ് നമ്മൾ എടുത്ത് കളയുന്ന ആ പോർഷൻ എന്ന് ചോദിച്ചാൽ കർണനാളമാണ്, അതായത് ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ ഇയർ കനാൽ. കർണനാളത്തിലാണ് ഈ മെഴുക് ഗ്രന്ഥികൾ കാണപ്പെടുന്നത്. ഓക്കെ, അതാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് യൂസ്റ്റേക്കിയൻ നാളി. ഈ യൂസ്റ്റേക്കിയൻ നാളിയാണ് പിന്നെ മധ്യകർണത്തിലോട്ട് കണക്ട് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ചെവിയും തൊണ്ടയുമായിട്ട് കണക്ട് ചെയ്യുന്നതും ഈ യൂസ്റ്റേക്കിയൻ ട്യൂബാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് ഇംഗ്ലീഷ് പറയും, യൂസ്റ്റേക്കിയൻ നാളി എന്നൊക്കെ മലയാളത്തിൽ പറയും, യൂസ്റ്റേക്കിയൻ നാളി. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ. ഈ ചെവിയും തൊണ്ടയായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ രാത്രി നിങ്ങൾ ചെവിയിൽ ഒരുപാട് കാറ്റടിച്ച് കിടന്നുറങ്ങുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്തപ്പോൾ ചെവിയിൽ ഒരുപാട് കാറ്റടിച്ചു, അപ്പൊ പിറ്റേ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ തൊണ്ടവേദനയോ അല്ലെങ്കിൽ ടോൺസൈറ്റിസോ അങ്ങനെയുള്ളവർക്കൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ട് പറയും ചെവിയിൽ ഒരുപാട് കാറ്റടിക്കരുത്. കാരണം ഈ ചെവിയും തൊണ്ടയും മൂക്കും തമ്മിൽ ബന്ധമുണ്ട്. അതിനകത്ത് ഈ ചെവിയും തൊണ്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് യൂസ്റ്റേക്കിയൻ നാളി. ഓക്കെ, അപ്പൊ ബാഹ്യകർണം ഓക്കെ ആണോ? ഒന്നുകൂടി പറയാം. ചെവി എന്ന് പറയുന്നത് കേൾവി ശക്തിക്കും അതുപോലെ തന്നെ ശരീരത്തിന്റെ തുലനില പാലിക്കുന്നതിനുമുള്ള അവയവമാണ്. ഇതിന്റെ 3 പാർട്സ് ഉണ്ട്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണത്തിന്റെ 3 പാർട്സ് ആണ് ചെവിക്കുട, കർണനാളം, കർണപടം. അതായത് പിന്നെ ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ ഇയർ കനാൽ, പിന്നെ ഇയർ ഡ്രം. ഓക്കെ, ഇനി യൂസ്റ്റേക്കിയൻ നാളിയുണ്ട്. ഇതാണ് മധ്യകർണമായിട്ട് കണക്ട് ചെയ്യുന്നത്. ആ യൂസ്റ്റേക്കിയൻ നാളിയാണ് ചെവിയെ തൊണ്ടയുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബ്, നാളി. ഓക്കെ, അടുത്ത മധ്യകർണം പറയട്ടെ. ഓക്കെ, അടുത്ത മധ്യകർണവും ഇതുപോലെ തന്നെ 3 പാർട്സ് ഉണ്ട്. ഇതിനകത്ത് അസ്ഥി ശൃംഖല, ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ. ഇതുപോലെ 3 പാർട്സ് ഉണ്ട്. അസ്ഥി ശൃംഖല, ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ. അതിൽ ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോയുടെ ഫംഗ്ഷൻസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ ചോദിക്കാറുമില്ല. അങ്ങനെ പ്രത്യേക കുറച്ച് ഡീറ്റെയിൽ ആയ വേർഷൻ ആണ്, അത് നിങ്ങൾ നോക്കണ്ട. അസ്ഥി ശൃംഖല നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം, ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ അസ്ഥി ശൃംഖല എന്ന് പറയുമ്പോൾ തന്നെ അറിയാലേ, 3 അസ്ഥികളാണ് മെയിൻ ആയിട്ടുള്ളത്. ആ 3 അസ്ഥികളുടെയും പേര് പഠിക്കുക: മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഏതൊക്കെയാണ് 3 അസ്ഥികൾ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അപ്പൊ മധ്യകർണത്തിന്റെ 3 പാർട്സ് ആണ് അസ്ഥി ശൃംഖല, ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ. അതിനകത്ത് അസ്ഥി ശൃംഖലയിലുള്ള 3 അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഈ സ്റ്റേപ്പിസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അപ്പൊ ചെവിയുടെ അകത്തുള്ള ഈ മധ്യകർണത്തിന്റെ അകത്തേ ഉള്ള ഒരു അസ്ഥിയല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഓർക്കാലോ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഇനി ഓരോ അസ്ഥിയുടെയും ഷേപ്പ് പഠിക്കണം. മാലിയസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ചുറ്റിക ആകൃതിയിലായിരിക്കും. ചുറ്റിക, നമ്മുടെ ചുറ്റിക വെച്ചിരിക്കുന്ന ആകൃതിയിലാണ് മാലിയസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻകസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കൂടക്കല്ലിന്റെ ഷേപ്പിലാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഒരു ഈ ചെവിയുടെ പടം കാണിച്ചു തരാം. അപ്പൊ ഈ ഇൻകസ് പോലെ ഇരിക്കും കൂടക്കല്ല് എന്ന് ഓർക്കാം. ഓക്കെ, ഈ കൂടക്കല്ല് നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ? ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിലൊക്കെ വരുന്ന സാധനമാണ് ഈ കൂടക്കല്ലൊക്കെ. അപ്പൊ ആ ആകൃതിയിലാണ് ഇൻകസ് ഇരിക്കുന്നത്. അടുത്തത് സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്പിസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിരയുടെ ആ പാവത്തിന്റെ ആ ഒരു പ്രത്യേക ആകൃതി ഉണ്ടല്ലോ, സ്റ്റേപ്പിസ്. അതാണ് സ്റ്റേപ്പിസിന്റെ ആകൃതി. സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. ഓക്കെ, അപ്പൊ മധ്യകർണം എന്ന് പറയുന്ന അതിലുള്ള എന്തൊക്കെയാണ്? അസ്ഥി ശൃംഖല, ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ. അസ്ഥി ശൃംഖലയിലെ ഏതൊക്കെ അസ്ഥികളാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസിന്റെ ഷേപ്പ് ചുറ്റികയുടെ ആകൃതി, ഇൻകസ് കൂടക്കല്ലിന്റെ ആകൃതി, സ്റ്റേപ്പിസിന്റെ കുതിരലാടത്തിന്റെ ആകൃതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏത്? സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ മസിൽ ഏതാടെ? സ്റ്റെപ്പീഡിയസ്. അത് നമുക്ക് മസ്കുലർ സിസ്റ്റം പഠിക്കുമ്പോൾ പഠിക്കാം. ഇത് ഈ പേരുമായിട്ട് അതെ, ഈ പേരുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് പറഞ്ഞുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറഞ്ഞ സ്റ്റേപ്പിസും സ്റ്റെപ്പീഡിയസും എല്ലാം, ചിലപ്പോൾ സാർട്ടോറിയസും എല്ലാം ഓപ്ഷനിൽ കാണും. അപ്പം കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക സ്റ്റേപ്പിസ്. ഈ സ്ലൈഡ് ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഒരു പോർഷൻ കൂടി ഉണ്ടല്ലേ, അതാണ് ആന്തരകർണം. ആന്തരകർണത്തിന്റെ പാർട്സ് ആണ് വെസ്റ്റിബ്യൂൾ. ഈ വെസ്റ്റിബ്യൂളിൽ നിന്നും മലയാളം ഇല്ല കേട്ടോ, അങ്ങനെ തന്നെ. വെസ്റ്റിബ്യൂൾ, കോക്ലിയ, അതുപോലെ അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബുലാർ നാഡി, ശ്രവണ നാഡി. ഈ അർദ്ധവൃത്താകാര കുഴലുകളെ നമ്മൾ സെമി സർക്കുലർ കനാൽസ് എന്ന് പറയും. അർദ്ധവൃത്താകാര സെമി സർക്കുലർ കുഴലുകൾ, കനാൽസ്. ഓക്കെ, അടുത്ത വെസ്റ്റിബുലാർ നാഡി, അതായത് വെസ്റ്റിബുലാർ നെർവ്, ശ്രവണ നാഡി, അതായത് ഓഡിറ്ററി നെർവ്. ഓക്കെ, അപ്പൊ ഈ ആന്തരകർണം എന്ന് പറയുന്നത് ഏറ്റവും അകത്തെ പോർഷൻ ആണ്, ഏറ്റവും എന്താണ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ്. അവിടെയുള്ളത് വെസ്റ്റിബ്യൂള്, കോക്ലിയ, അർദ്ധവൃത്താകാര കുഴലുകള്, വെസ്റ്റിബുലാർ നാഡി, അതുപോലെ ശ്രവണ നാഡി. ശ്രവണ നാഡി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ മറ്റേ ഒപ്റ്റിക് നാഡി പറഞ്ഞ പോലെ തന്നെ ശ്രവണ നാഡി എന്ന് പറഞ്ഞാൽ ഇത് ഓഡിറ്ററി നെർവ് ആണ്. അതായത് ഈ കേൾവി എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ആ കേൾവി എന്ന് പറഞ്ഞാൽ ഉണ്ടായി എന്ന് പറഞ്ഞ് ബ്രെയിനിലോട്ട് പോയി ആ നെർവ് പിന്നെ കേൾവി എന്ന് പറഞ്ഞ അനുഭവമായിട്ട് വരുന്ന സാധനമാണ് ഈ ശ്രവണ നാഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആന്തരകർണത്തിന്റെ പാർട്സ് ആണ് വെസ്റ്റിബ്യൂള്, കോക്ലിയ, അർദ്ധവൃത്താകാര കുഴലുകള്, വെസ്റ്റിബുലാർ നാഡി, ശ്രവണ നാഡി. അപ്പൊ കറക്റ്റ് കേൾവി എന്ന് പറഞ്ഞാൽ
ആ സംഭവം ഫോം ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോക്ലിയാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എക്സ്റ്റേണൽ ലെയർ വഴി ഈ യൂസ്റ്റേക്ക് നാഴ് വഴി അകത്തോട്ട് പോയി മധ്യകർണം വഴി പിന്നെ ആന്തരകർണത്തിലെത്തി ഈ കോക്ലിയയിൽ എത്തുമ്പോഴാണ് അത് കേൾവിയാകുന്നത്. ഓക്കെ, ഈ കേൾവി എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുന്നത് കോക്ലിയാണ്. ഇനി ഈ ആന്തരകർണത്തിലുള്ള ഒരു ദ്രാവകമാണ്, ദ്രാവകം തന്നെ ലസിക എന്ന് പറയും, ലിംഫ്. അങ്ങനെ 2 ടൈപ്പ് ലിംഫ് ഉണ്ട്, എൻഡോ ലിംഫും പെരി ലിംഫും. ആ പേര് നിങ്ങൾ പഠിക്കണമെന്നില്ല, പക്ഷെ അത് എന്ത് പാർട്ടുമായിട്ടാണ് ബന്ധം വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, എൻഡോ ലിംഫും പെരി ലിംഫും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഈ വെസ്റ്റിബ്യൂൾ ഉണ്ടല്ലോ, ഈ വെസ്റ്റിബ്യൂളിലുള്ള 2 പാർട്സ് ആണ് യൂട്രിക്കിളും സാക്യൂളും. അത് ആ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, അതെന്താണെന്നൊന്നും ചോദിക്കൂല. അതുപോലെ തന്നെ ഓക്കെ, അപ്പൊ വെസ്റ്റിബ്യൂളിന്റെ 2 ഭാഗങ്ങളാണ് യൂട്രിക്കിളും സാക്യൂളും. അതുപോലെ വെസ്റ്റിബ്യൂളിൽ കുറച്ച് തരികളുണ്ട്, നമ്മുടെ ഈ ചുണ്ണാമ്പ് തരികൾ പോലെ കണക്കുന്ന കുറച്ച് തരികളുണ്ട്. ആ തരികളെ ലിത്ത് എന്ന് പറഞ്ഞ കല്ല്, ചെറിയ കല്ല് പോലത്തെ തരികള്, അതിന് പറയുന്നതാണ് ഓട്ടോലിത്ത്. അപ്പൊ നമ്മുടെ ശരീരം ചലിക്കുന്നത് മൂലം തന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ ചലിക്കുന്നത് പോലെ തന്നെ ചലിക്കുന്ന ഒരു സാധനമാണ് ഈ ഓട്ടോലിത്ത് എന്ന് പറയുന്നത്. ചുണ്ണാമ്പ് തരികൾ പോലെ ഇരിക്കുന്ന ഓട്ടോലിത്ത്. ഓക്കെ, ആന്തരകർണത്തിന്റെ പാർട്സ് ആണ് വെസ്റ്റിബ്യൂള്, കോക്ലിയ, അർദ്ധവൃത്താകാര കുഴലുകൾ അല്ലെങ്കിൽ സെമി സർക്കുലർ കാനാൽസ്, പിന്നെ വെസ്റ്റിബുലാർ നെർവും ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ ശ്രവണനാഡി. ഓക്കെ, അതിലുള്ള ദ്രാവകം അല്ലെങ്കിൽ ലസികയാണ് എൻഡോ ലിംഫും പെരി ലിംഫും. ലിംഫ് എന്ന് പറഞ്ഞാൽ ലസിക എന്നാണ് അതിന്റെ മലയാളം. പിന്നെ വെസ്റ്റിബ്യൂളിന്റെ 2 പാർട്സ് ആണ് യൂട്രിക്കിളും സാക്യൂളും. വെസ്റ്റിബ്യൂളിലുള്ള ചുണ്ണാമ്പ് തരികൾ പോലുള്ള നമ്മുടെ ശരീരം ചലിക്കുന്നത് പോലെ തന്നെ ചലിക്കുന്നത് മൂലം ചലിക്കുന്ന കുറച്ച് തരികൾ പോലുള്ള സാധനമാണ് ഓട്ടോലിത്ത്. കേൾവി ശ്രവണത്തിന് സഹായിക്കുന്ന ഭാഗം, അതായത് കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ കോക്ലിയ. ആന്തരകർണം ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. പിന്നെ കണ്ടു, പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിക്കൂട, അകത്തേക്കൂടി പോയി ഇയർ കനാല് കണ്ടു, അതായത് കർണനാളം കണ്ടു. അകത്തൂടെ പോയി മധ്യകർണത്തിലെത്തി 3 ബോൺസ് കണ്ടു, മാലിയസ്, ഇംഗസ്, സ്റ്റേക്കസ് കണ്ടു. അർദ്ധവൃത്താകാര കുഴല് കണ്ടില്ലേ, വട്ടത്തിൽ കിടക്കുന്ന കണ്ടു. കോക്ലിയ കണ്ടു, ഇല്ല ഒച്ചിന്റെ ആകൃതിയാണ് കോക്ലിയക്ക്, ഒച്ചു പോലെ ഇരിക്കുന്ന കണ്ടോ കോക്ലിയ, അവിടെയാണ് നമ്മൾ കേൾക്കുന്നത്. അടുത്തത് വെസ്റ്റിബുലാർ നാഡി കണ്ടു, കോക്ലിയർ നാഡി കണ്ടു, യൂസ്റ്റേഷൻ ട്യൂബ് കണ്ടു. തൊണ്ടയായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേഷൻ ട്യൂബ്. ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് കേൾവി എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുന്ന ചെവിയുടെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ കോക്ലിയാണ്. അതിന്റെ ബ്രാക്കറ്റിൽ ഞാൻ സെറിബ്രം എന്ന് എഴുതിയിരിക്കുന്നത്. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് കേൾവി സാധ്യമാക്കുന്നതെന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്. നമ്മൾ അടുത്ത തലച്ചോറ് പഠിക്കും, പക്ഷെ ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോകും. അതായത് കേൾവി എന്ന് പറഞ്ഞ അനുഭവം, മറ്റേതിപ്പോ നമ്മൾ കാഴ്ചശക്തി പറഞ്ഞപ്പോ എല്ലാം സെറിബ്രം ആയിരുന്നല്ലേ സാധ്യമാക്കുന്നത്. ഇത് കേൾവി എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുന്ന ചെവിക്ക് 2 ധർമ്മങ്ങളുണ്ട്, കാഴ്ചശക്തി ഉണ്ട്, അതുപോലെ തന്നെ തുലനനില, അതായത് നമ്മുടെ ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക, അതും പറഞ്ഞു. അപ്പൊ ഈ കേൾവി എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുന്ന ചെവിയുടെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ കോക്ലിയാണ്. തലച്ചോറിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ സെറിബ്രം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വീക്ഷണ സ്ഥിരത പറഞ്ഞ പോലെ തന്നെ ശ്രവണ സ്ഥിരതയുണ്ട്. നമ്മൾ ഒറ്റ കാര്യം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം കേൾവി എന്ന് പറഞ്ഞ അനുഭവം നിൽക്കും എന്നുള്ള ഇതാണ്. അത് നമ്മൾ കാഴ്ചശക്തി പോലെ അത്രയും 1/16 സെക്കൻഡ്, അതിനേക്കാളും കൂടുതലായിട്ട് നിൽക്കും. 1/10 സെക്കൻഡ്, അതായത് 10ൽ 1 സെക്കൻഡോളം അത് ഈ ശ്രവണ സ്ഥിരത ഉണ്ടാവും. അതായത് നമ്മൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം എത്രത്തോളം സമയം ഈ കോക്ലിയയിൽ അത് നിലനിൽക്കും എന്നുള്ളത്. ഓക്കെ, അതാണ് ശ്രവണ സ്ഥിരത. അത് 1/10 സെക്കൻഡ് ആണ്. ഓക്കെ, അതായത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്, ശ്രവണ സ്ഥിരത. അടുത്ത നമ്മൾ പറഞ്ഞ പോയിന്റ് ചെവിയുടെ മറ്റൊരു ഫംഗ്ഷനായ തുലനനില നിലനിർത്തുക എന്നുള്ളത്. ആ തുലനനില പാലിക്കുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ആന്തരകർണത്തിലുള്ള വെസ്റ്റിബ്യൂളും അതുപോലെ അർദ്ധവൃത്താകാര കുഴലുകളും ചേർന്നതാണ് ഈ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് നിങ്ങൾ ഓർക്കണ്ട, തുലനനില പാലിപ്പിക്കുന്ന ചെവിയിലെ ഘടകങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴലുകളും ചേർന്നാണ്. ഇനി തുലനനില പാലിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. സെറിബെല്ലം നിങ്ങൾക്ക് അറിയാലേ, ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും സെറിബെല്ലം അല്ലേ. ഓക്കെ, അപ്പൊ ചെവിയുടെ ഭാഗം ചോദിച്ചാൽ വെസ്റ്റിബുലാർ അപ്പാരറ്റസ്, അത് വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴലുകളും ചേർന്നിട്ടുള്ളതാണ്. തലച്ചോറിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ സെറിബെല്ലമാണ്, സെറിബെല്ലം. ഓക്കെ, അപ്പൊ ചെവിയുടെ 2 ഫംഗ്ഷൻസ് ആണ്, ഒന്ന് കേൾവിയും മറ്റൊന്ന് തുലനനിലയും. അതിനകത്ത് കേൾവി പ്രദാനം ചെയ്യുന്ന, കേൾവി സാധ്യമാക്കുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ കോക്ലിയാണ്. ചെവിയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ കോക്ലിയാണ്. തലച്ചോറിന്റെ ഭാഗം എന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്.
നമ്മുടെ ശ്രവണ സ്ഥിരത, എത്രത്തോളം സമയം ആ ചെവിയിൽ കേൾവി കോക്ലിയയിൽ കേൾവി എന്ന് പറഞ്ഞ അനുഭവം നിലനിൽക്കും. ആ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ 1/10 സെക്കൻഡ് ആണ്. ഇനി തുലനനില പാലിക്കുന്ന ചെവിയിലെ ഭാഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. അതിലുള്ള 2 പാർട്സ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴലുകളുമാണ്. അതായത് നമ്മുടെ അർദ്ധവൃത്താകാര കുഴലുകളും പിന്നെ മറ്റേ ഒച്ച പോലെ കണ്ട വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴലുകളുമാണ്. തലച്ചോറിന്റെ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലമാണ്. ഓക്കെ, കേൾവിയും തുലനനിലയും കിട്ടിയോ? ഓക്കെ. ഇനി അടുത്ത പോർഷൻ നമ്മൾ പറഞ്ഞു, നമ്മൾ ചെവിയുടെ കാര്യങ്ങൾ മിക്കതും ഒന്നില്ലെങ്കിൽ ഓഡിറ്ററി ആയിട്ട് റിലേറ്റഡ് എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഓട്ടോ. ഈ സ്റ്റഡീസും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഓട്ടോയാണ്, OTO അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ചെവിയായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഓട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫ്താൽമോ കണ്ണുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചെവിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഓട്ടോയാണ്. ഓക്കെ, അപ്പം ചെവിയെ കുറിച്ചുള്ള പഠനം എന്താ? ഓട്ടോളജി. ഇനി ചെവി മാത്രമായിട്ടുള്ള പഠനമല്ല, നമ്മുടെ ചെവി അതുപോലെ തന്നെ താഴോട്ട് പോകുമ്പോൾ ഫാരിങ്സ്, ലാരിങ്സ് അങ്ങനെ കുറച്ച് ഓർഗൻസ് ഇല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു ചെവിയും തൊണ്ടയായിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അവിടെ ഉള്ള നമ്മുടെ ലാരിങ്സിലല്ലേ നമ്മുടെ വോക്കൽ കോഡ് ഉള്ളത്, നമ്മൾ സംസാരിക്കുന്ന ആ വോക്കൽ കോഡ് അവിടെയല്ലേ. അപ്പൊ അതും ഇത് ചെവിയും കൂടി ചേർന്നിട്ടുള്ള പഠനമാണ് ഓട്ടോലാരിഞ്ചിയോളജി. അത് ഒരു പഴയ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചത് നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ചെവി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അത് കുറെ ടെസ്റ്റ് ഉണ്ട്. ഇത് ENT ആയിട്ട് ബന്ധമുണ്ടോ ഓട്ടോലാരിഞ്ചിയോളജി എന്ന് പറയുന്നത്? ഓട്ടോലാരിഞ്ചിയോളജി ENT ആയിട്ട് ബന്ധമുണ്ട്. കാരണം ലാരിങ്സ് ഒക്കെ ENT എന്ന് പറഞ്ഞാൽ ഇയർ നോസ് ത്രോട്ട് ആണല്ലോ. അപ്പം ഇയറും ത്രോട്ടും വരുന്നുണ്ട് ഓട്ടോലാരിഞ്ചിയോളജിയിൽ വരുമ്പോ. അതിന്റെ സ്റ്റഡി അല്ല 2 സെയിം അല്ല. ENT എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഇയർ നോസ് ത്രോട്ട് അതൊരു വിഭാഗം എന്നേ പറയുന്നുള്ളൂ. ENT നമ്മൾ ഷോർട്ട് ഫോം ആക്കി അങ്ങനെ പറയുന്നുള്ളൂ. അതിന്റെ കറക്റ്റ് സയന്റിഫിക് ടേം എന്ന് പറഞ്ഞാൽ ഓട്ടോലാരിഞ്ചിയോളജി ആണ്. ഈ ഓട്ടോലാരിഞ്ചിയോളജിയിൽ നോസ് ഒന്നും വരുന്നില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ ചെവിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കോട്ടൈറ്റിസ് എന്ന് പറയാം. അതുപോലെ തന്നെ ചെവിയിൽ ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ തൊണ്ടയും ബാധിക്കും. അപ്പൊ അത് എന്താണ്, അപ്പൊ നിങ്ങളുടെ ശബ്ദവും പോവും. ഓട്ടോമാറ്റിക്കലി ലാരിഞ്ചിയോളജി അതുമായിട്ട് റിലേറ്റഡ് ഉള്ള പ്രശ്നമാണ്. അപ്പം ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഡെഫും ഡെമ്പും ആയിരിക്കും. ചിലര് ചെവി കേൾക്കാം പക്ഷെ ഡംബായിരിക്കും, സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവരിലൊക്കെയാണ് ഇത് ഇങ്ങനത്തെ സ്റ്റഡികൾ കൂടുതൽ ചെയ്യുന്നത് നമ്മൾ സാധാരണ. പിന്നെ ഈ മ്യൂസീഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ പാട്ടൊക്കെ ഒരുപാട് പാടുന്നവര്, അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരിലാണ് ഈ ഓട്ടോലാരിഞ്ചിയോളജി ഒക്കെ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഈ ഓട്ടോളജി അതാണ് ചെവിയെ കുറിച്ച് മാത്രമാണ് ചെയ്യുന്നത്, അതിന്റെ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചെവിയുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഓട്ടോസ്കോപ്പ്. നമ്മൾ ഓഫ്താൽമോസ്കോപ്പ് പറഞ്ഞ പോലെ ഓട്ടോസ്കോപ്പ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത പോയിന്റ് എല്ലാവരും അറിയുന്നുണ്ടാവും, ശ്രവണ പരിധി എത്രയാണ്? 20 to 20,000 ഹെർട്സ് ആണ്. 20 മുതൽ 20,000 ഹെർട്സ്. ഹെർട്സ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഒന്നും കൂടെ ദീപ്തി, ഏത് പോർഷൻ ആണ് ഒന്നുകൂടെ വേണ്ടത്? ഇയറിന്റെ പഠനമാണോ? ഓക്കെ, എന്തായാലും പറയാം. ചെവിയെ കുറിച്ചുള്ള പഠനമാണ് ഓട്ടോലാരിഞ്ചിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചെവിയും ലാരിങ്സും ചേർന്ന് വരുന്ന രണ്ടിനും കൂടെയുള്ള പഠനമാണ് ഓട്ടോലാരിഞ്ചിയോളജി എന്ന് പറയുന്നത്. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ ചോദിക്കുമെന്ന് അറിയില്ല. ഓക്കെ, ഇനി ചെവിക്കൊക്കെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ, കേൾവി ശക്തിക്കോ ശരീര തുലനം, ചിലർക്ക് പെട്ടെന്ന് എപ്പോഴും തലകർപ്പവും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മുടെ തുലനനിലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിർണ്ണയിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഓട്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ശ്രവണ പരിധിയാണ്, അതായത് ഹിയറിംഗ് റേഞ്ച്. നമ്മുടെ റേഞ്ച് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത് 20,000-നും 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കാണ്. 20,000 താഴെ 20 ഹെർട്സിന് താഴെ നമുക്ക് കേൾക്കാൻ പറ്റില്ല, 20,000 മുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഈ ഹെർട്സ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസി, ആവൃത്തി. അതെ. ഹെൻറിച്ച് ഹെർട്സ് അല്ലേ ഫ്രീക്വൻസി കണ്ടുപിടിച്ചത്? ഹെർട്സ്. ഓക്കെ അല്ലേ? ചെവി ഓക്കെ ആണോ? ഓക്കെ, ഒന്നുകൂടി വൈൻഡപ്പ് ചെയ്യാം. ചെവിയുടെ 3 പാർട്സ്, ചെവിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു? കേൾവിശക്തിയും തുലനനിലയും. അതുപോലെ ചെവിയുടെ 3 പാർട്സ് ആണ് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണത്തിന്റെ പാർട്സ് ആണ് ചെവിക്കുട, കർണനാളം, കർണപടം, അതായത് പിന്നെ ഓഡിറ്ററി കനാൽ, ഇയർ ഡ്രം അല്ലെങ്കിൽ ഇയർ കനാല്. യൂസ്റ്റേക്കിയ നാളിയാണ് തൊണ്ടയായിട്ട് ബന്ധിപ്പിക്കുന്നത്. അടുത്ത മധ്യകർണമാണ്. 3 പാർട്സ് ഉണ്ട്, അസ്ഥിശൃംഖല, ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ.
ശൃംഖലയിലെ 3 അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസിന്റെ ഷേപ്പ് ചുറ്റികയുടെ ഷേപ്പ്, ഇൻകസിന്റെ ഷേപ്പ് കൂടക്കല്ലിന്റെ ഷേപ്പ്, സ്റ്റേപ്പിസിന്റെ ഷേപ്പ് കുതിരാളത്തിന്റെ ഷേപ്പ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഓക്കെ, അടുത്ത ആന്തരകർണത്തിന്റെ പാർട്സ് ആണ് വെസ്റ്റിബ്യൂൾ, കോക്ലിയ, അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബുലർ നാഡി, ശ്രവണ നാഡി. ഓക്കെ, ഇതിലുള്ള 2 ലസികകളാണ് എൻഡോലിംഫും പെരിലിംഫും. വെസ്റ്റിബ്യൂളിലെ 2 പാർട്സ് ആണ് യൂട്രിക്കിള്, സാക്യൂള്. ഓക്കെ, വെസ്റ്റിബ്യൂളിലുള്ള ചുണ്ണാമ്പ് തരികൾ പോലെ, അതുപോലെ ശരീരത്തിന്റെ എന്താണ് ബോഡി മൂവ്മെന്റ്സിനോടൊപ്പം തന്നെ മൂവ് ചെയ്യുന്ന ഒരു തരികളാണ് ഓട്ടോലിത്ത് എന്ന് പറയുന്നത്. അടുത്ത പോർഷൻ. ഓക്കെ, കേൾവി സാധ്യമാകുന്നത് ചെവിയുടെ ഭാഗം എന്ന് ചോദിച്ച കോക്ലിയ, തലച്ചോറിന്റെ ഭാഗം ചോദിച്ച സെറിബ്രം. നമ്മുടെ ശ്രവണ സ്ഥിരത, അതായത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എത്രയാണെന്ന് ചോദിച്ചാൽ 1/10 സെക്കൻഡ് ആണ്. ശരീരത്തിന്റെ തുലനനില ചെവിയുടെ ഏത് ഭാഗത്താണ് നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണ്. അതായത് വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴലുകളും. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ആന്തരകർണം എന്നായിരിക്കും തരുന്നത്. അപ്പോഴും എഴുതുക തുലനനില. ഈ 2 പോർഷൻസ് ആന്തരകർണത്തിലല്ലേ ഉള്ളത്. ഓക്കെ, അത് എഴുതുക. തലച്ചോറിന്റെ ഭാഗം ചോദിച്ചാൽ സെറിബെല്ലം. ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി, ചെവി ലാരിങ്സ് ആണെങ്കിൽ ഓട്ടോ ലാരിഞ്ചിയോളജി, ഡിഫക്ട്സ് അളക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓട്ടോസ്കോപ്പ്. നമ്മുടെ ഹിയറിംഗ് റേഞ്ച് അല്ലെങ്കിൽ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 to 20,000 ഹെർട്സ് ആണ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് സെൻസ് ഓർഗൻ കംപ്ലീറ്റഡ് ആയി. അടുത്ത നോസ് ആണ്. ഇനി അടുത്ത് വരുന്ന 3 നമുക്ക് എളുപ്പം തീർക്കാൻ പറ്റും. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല, വളരെ എളുപ്പം ചോദിക്കാൻ പറ്റുന്ന തീർക്കാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് ആണ്. ഓക്കെ, അപ്പം ഈ നോസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ ഓൾഫാക്ടറി നെർവ്സ്, ഓൾഫാക്ടറി നെർവ്സ് ഇല്ല, ഓൾഫാക്ടറി നെർവ് ആണ്. ഓക്കെ, ഓൾഫാക്ടറി നെർവ് ആണ്, അതായത് ആ നാഡിയാണ് നമ്മുടെ ഗ്രാഹ്യ നാഡി എന്ന് പറയുന്നത്. അതായത് ഗ്രാഹ്യകോശങ്ങളെ നോക്കുന്ന നാഡിയാണ് ഓൾഫാക്ടറി നെർവ്. അപ്പൊ മൂക്കില് ഗന്ധഗ്രാഹികളുണ്ട്. അതാണ് നമുക്ക് ഗന്ധം തിരിച്ചറിയാൻ പറ്റുന്നത്. ഇങ്ങനെ ഗന്ധം നമുക്ക് എങ്ങനെയാണ് ഗന്ധം തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ അത് തലച്ചോറിന്റെ ഭാഗം. നമ്മൾ ഗന്ധം തിരിച്ചറിയുന്ന അവയവം ചോദിച്ചാൽ നമ്മൾ നോസ് പറയും. അതുപോലെ തന്നെ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ചോദിച്ചാൽ അത് സെറിബ്രമാണ്. ഇനി ഇതുപോലെ ഗന്ധം തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ചിലർക്ക് അലർജി ഒക്കെ വന്നു, അല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞ് എന്തെങ്കിലും ചിലപ്പം ഇൻബോൺ ഡിഫക്ട്സ് ആയിരിക്കാം. ചിലർക്ക് ഇങ്ങനെ ഒരുപാട് അലർജി ഒക്കെ കൂടി എന്താണ് ഇങ്ങനെ ഗന്ധം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. ആ അവസ്ഥേനെ പറയുന്നത് അനോസ്മിയ എന്നാണ്. അതിനകത്ത് തന്നെ ഉണ്ടല്ലേ നോസ് എന്നുണ്ട്. അപ്പൊ നോസ് എന്ന് ഓർത്താൽ മതി. അനോസ്മിയ, നോസ് ഇല്ലാത്ത അവസ്ഥ. നോസ് ഉണ്ടെങ്കിലല്ലേ സ്മെൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അനോസ്മിയ. ഈ ഗന്ധഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ട നാഡി ഓൾഫാക്ടറി നാഡി. അത് നമ്മുടെ ക്രേനിയൽ നാഡിയാണ്. നമ്മൾ ചുരുനാടികൾ പറയുമ്പോൾ ക്രേനിയൽ നെർവ്സിൽ പെട്ടതാണ് അത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പിസ്റ്റാസിസ് ആണ്. എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, അതായത് നെയ്സൽ ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, അതായത് ചിലപ്പം മൂക്ക് എന്ന് പറയുന്നത് ഇതിന്റെ അറ്റമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്, കശേരിക്കൾ കൊണ്ടാണ്. അല്ലേ, എല്ലല്ലോ. മുകളിലോട്ട് പോകുമ്പോഴല്ലേ എല്ല് വരുന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഈ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്താണ് ഈ ഇപ്പം ഒരുപാട് മാസം തികയാതെ പ്രസവിച്ചിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഈ ഒരുപാട് നോസും ഭയങ്കര സോഫ്റ്റ് ഓർഗനാണ്. അപ്പൊ ചെറിയൊരു തട്ടുമ്പോഴേ അല്ലെങ്കിൽ നേസൽ ബ്ലീഡിംഗ് ഉണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് സംഭവിക്കുന്നതാണ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇപ്പൊ നമുക്ക് മൂക്കുള്ളത് പോലെ ഈ പാമ്പ്, പൂച്ച, എലി ഇതുപോലത്തെ സാധനങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള ജീവികൾക്കുള്ളത് ജേക്കബ്സ് ഓർഗൻ ആണ്. ഇത് നിങ്ങളുടെ LGS-നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എലിക്ക് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ പൂച്ച, പട്ടി ഇതുപോലുള്ള, പട്ടിയല്ല പൂച്ച, എലി, പാമ്പ് ഇതുപോലുള്ള ജീവികൾക്കെല്ലാം ശ്വസന അവയവം എന്തെന്ന് ചോദിച്ചാൽ ജേക്കബ്സ് ഓർഗൻ ആണ്. ജേക്കബ്സ് ഓർഗൻ. ഓക്കെ, ഇനി അടുത്തത് മൂക്കിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? റൈനോളജി. അപ്പം നമ്മൾ മൂക്കൊലിപ്പ് നിങ്ങൾക്ക് അറിയാലേ, ജലദോഷത്തിന് നമ്മൾ റൈനൈറ്റിസ് എന്നല്ലേ പറയുന്നത്, RHNITAS. അതുപോലെ തന്നെ മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി. വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ. ഒന്നുകൂടി പറയാം. ഗന്ധം തിരിച്ചറിയുന്ന സെൻസ് ഓർഗൻ അല്ലെങ്കിൽ ഇന്ദ്രിയം ഏതാണ്? മൂക്കാണ്. അതിന് സഹായിക്കുന്ന നാഡിയാണ് ഓൾഫാക്ടറി നാഡി. ഓൾഫാക്ടറി നാഡിയാണ് നമ്മുടെ ആദ്യത്തെ ശിരോനാഡിയാണ്. പിന്നെ തലച്ചോറിന്റെ ഭാഗം ഏതാണ് ഗന്ധം തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്. ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥകൾ ചോദിച്ചാൽ അനോസ്മിയ എന്നാണ് പറയുന്നത്. നേസൽ ബ്ലീഡിംഗ് അല്ലെങ്കിൽ മൂക്കിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവത്തിന് പറയുന്നതാണ് എപ്പിസ്റ്റാസിസ്. പാമ്പ്, പൂച്ച, എലി മുതലായ ജീവികളിലുള്ള ശ്വസനാവയവമല്ല, ഗന്ധം തിരിച്ചറിയാനുള്ള അവയവം ഏതെന്ന് ചോദിച്ചാൽ ജേക്കബ്സ് ഓർഗൻ ആണ്. മൂക്കിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ റൈനോളജി. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അനോസ്മിയ ഉണ്ടോ? എപ്പിസ്റ്റാസിസ് ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. എപ്പിസ്റ്റാസിസ് ഉണ്ടായിരുന്നു. ഇപ്പൊ മാറിയോ? ഇപ്പൊ ഓക്കെ. ആരെങ്കിലും ഇടിച്ചു നോക്കിയാലേ ഇനി അറിയുള്ളൂ മാറിയല്ലോ.
അനോസ്മിയ ആർക്കൂലല്ലേ? അലർജി പ്രോബ്ലം അനോസ്മിയ ഒന്നും ആർക്കൂല എല്ലാരും. ഇനി പ്രത്യേകിച്ച് കാണൂലായിരിക്കും, കാരണം ഇപ്പൊ COVID-19 ഒക്കെ വന്നോണ്ട് എല്ലാവരും മാസ്ക് ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നോണ്ട് അലർജി പ്രോബ്ലംസ് കുറവല്ലേ. അലർജി ഉണ്ട്. ഓട്ടോ റൈനോ ലാരിഞ്ചിയോളജി എന്തായിരിക്കും? ഇപ്പൊ ഇത്ര ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ? ഓട്ടോ റൈനോ ലാരിഞ്ചിയോളജി എന്തായിരിക്കും? ദീപ്തി തന്നെ പറയൂ. ഓട്ടോ റിലേറ്റഡ് ടു ഇയർ, റൈനോ റിലേറ്റഡ് ടു നോസ്, ലാരിഞ്ചിയോളജി ലാരിങ്സ്. ഓട്ടോ റൈനോ ലാരിഞ്ചിയോളജി എന്തായിരിക്കും? ഓക്കെ അല്ലേ? ചെവിയെ കുറിച്ചും മൂക്കിനെ കുറിച്ചും ലാരിങ്സിനെ കുറിച്ചും, അതാണ് ENT തന്നെ. ഓക്കെ, അപ്പൊ നോസ് ഓക്കെ ആണോ? അടുത്തതിലോട്ട് പോട്ടെ. ഓക്കെ, അടുത്ത ടങ്കാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു അവയവമാണ് ടങ്ക്. ഓക്കെ, അപ്പൊ ടങ്ങിനെ കുറിച്ച്, നാക്കിനെ കുറിച്ച് ഒരുപാടായിട്ട് അങ്ങനെ പഠിക്കാനൊന്നുമില്ല, ഈ ഒരു സ്ലൈഡേ ഉള്ളൂ. നമുക്ക് രുചികൾ അറിയാൻ സഹായിക്കുന്ന ടേസ്റ്റ് ബഡ്സ് ഉണ്ടല്ലേ, ഈ ടേസ്റ്റ് ബഡ്സ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാക്കിന്റെ ഉപരിതലത്തിൽ, അതായത് സർഫസിൽ കാണപ്പെടുന്ന ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. നമുക്കറിയാല്ലേ, നാക്ക് നോക്കുമ്പോൾ അറിയില്ലേ, തരിതരി പോലെ ഒരു ഭാഗങ്ങൾ ഇരിക്കില്ലേ, ആ ഭാഗങ്ങൾ പറയുന്നതാണ് പാപ്പില എന്ന് പറയുന്നത്. അതായത് നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ല. ഓക്കെ, പാപ്പില്ല. ഈ പാപ്പിലയിലാണ് സ്വാദുമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ്, അതായത് രാസഗ്രാഹി കോശങ്ങൾ. ഓക്കെ, ഈ ടേസ്റ്റ് ബഡ്സ് ആണ് സ്വാദുമുകുളങ്ങൾ ഇത് കാണപ്പെടുന്നത്. അപ്പൊ നാക്കിന്റെ ഉപരിതലത്തിൽ ആ പൊങ്ങി നിൽക്കുന്ന കാണുന്ന സാധനങ്ങളാണ് ഈ പാപ്പില എന്ന് പറയുന്നത്. അവിടെയാണ് സ്വാദുമുകുളങ്ങൾ, രാസഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി പ്രാഥമിക രുചികൾ. നമ്മുടെ നാക്കിൽ അറിയപ്പെടുന്ന, നമുക്ക് ഒരുപാട് രുചികളുണ്ട്, എന്നാലും നമ്മളിപ്പം പ്രാഥമിക രുചികളായിട്ട് സയന്റിഫിക്കലി പറയുന്ന കുറച്ച് രുചികളുണ്ട്. അത് മധുരം, കയ്പ്, ഉപ്പ്, പുളിയാണ്. 4 രുചികളാണ് പ്രാഥമിക രുചികളായിട്ട് പറയുന്നത്. മധുരം, കയ്പ്, ഉപ്പ്, പുളി. ഓക്കെ, നമ്മൾ പറയുന്ന എരിവും ചവർപ്പും ഒന്നും ഇവർക്ക് പ്രാഥമിക രുചികളായിട്ട് പറയുന്നില്ല. അവർ ഇതിന്റെ സബ് ഡിവിഷൻസ് ആയിട്ടാണ് അത് പറയുന്നത്. ഇപ്പൊ കയ്പിന്റെ ചവർപ്പായിട്ടും അതുപോലെ മറ്റേ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഇതായിട്ടാണ് എരിവൊക്കെ പറയുന്നത്. മധുരം, കയ്പ്, ഉപ്പ്, പുളി, ഈ 4 രുചികളാണ് പ്രാഥമിക രുചികളായിട്ട് പറയുന്നത്. ഇപ്പൊ പുതിയതായിട്ടൊരു രുചി, പുതിയതല്ല, കുറച്ച് നാളും കൊണ്ട് ഒരു രുചി കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഉമാമി എന്ന് പറഞ്ഞൊരു രുചിയാണ്. അത് ഈ മാഗിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അജിനോമോട്ടോ ഒക്കെ. അജിനോമോട്ടോ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. ആ രാസവസ്തുവിൽ ഉള്ള ഒരു രുചിയാണ് ഉമാമി എന്ന് പറയുന്നത്. അതാണ് പുതിയതായിട്ടുള്ള ഒരു രുചി എന്ന് പറയുന്നത്. ഓക്കെ, അജിനോമോട്ടോന്റെ സയന്റിഫിക് നെയിം എന്താണ്? എന്തോ? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അതെ 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 അതെ, ഇവിടെ കാതറിൻ മരിയ കറക്റ്റ് ഇട്ടിട്ടുണ്ട്, അതുല്യ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് തന്നെ കറക്റ്റ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, അതാണ് അജിനോമോട്ടോ. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഫുഡ് പോയ്സണിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അജിനോമോട്ടോ ആക്ച്വലി യൂസ് ചെയ്യാം, പക്ഷെ അതിന് ശരിക്കും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും യൂസ് ചെയ്താൽ അതിന്റെ പ്രിഫേർഡ് ആ കണ്ടന്റും ആ മിക്സിങ്ങും ആ പ്രോസസ്സിംഗ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ പ്രോസസ്സിംഗ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉമാമി എന്ന് പറഞ്ഞ ടേസ്റ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ പുതിയതായിട്ട് വരുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രാഥമിക രുചികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 ഉള്ളൂ: മധുരം, കയ്പ്, ഉപ്പ്, പുളി. അടുത്തത് പുതിയതായിട്ട് കിട്ടിയ രുചി ഏതാണെന്ന് ചോദിച്ചാൽ ഉമാമിയാണ്, അത് അജിനോമോട്ടോന്റെ രുചിയാണ്. ഓക്കെ, ഇനി നമ്മുടെ അസ്ഥികൾ ഇല്ലാത്ത ഒരു അവയവം ചോദിച്ചു കഴിഞ്ഞാൽ അത് നാക്കാണ്. ചിലര് കളിയാക്കിയൊക്കെ പറയും നിനക്ക് നാക്കിന് ഒരു എല്ല് കൂടുതലാണെന്ന്, പക്ഷെ അത് ആക്ച്വലി എല്ലില്ലാത്ത അവയവമാണ് നാക്കെന്ന് പറയുന്നത്. ഇനി നാക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക കാര്യങ്ങളിലും ഗ്ലോസ ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഈ ഹൈപ്പോഗ്ലോസൽ നെർവ്, നമ്മുടെ ശിരോനാടികളിൽ 12ാമത്തെ നെർവാണ് ഹൈപ്പോഗ്ലോസൽ നെർവ്. ഈ ഹൈപ്പോഗ്ലോസൽ നെർവാണ് നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാസഗ്രാഹി കോശങ്ങൾ അത് എന്താണ്, എന്ത് സ്വാദുമുകുളങ്ങൾ, എന്ത് ഭക്ഷണം, എന്ത് ടേസ്റ്റ് ആയിരുന്നു ആ കിട്ടിയതെന്ന്
നമുക്ക് തലച്ചോറ് തിരിച്ചറിയണ്ടേ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്ന്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് വ്യത്യാസം, അവരവരുടെ തലച്ചോറ് അനുസരിച്ചല്ലേ അവരൊരു ആ ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ടേസ്റ്റ് കൊണ്ട് എത്തിക്കുന്ന സാധനമാണ് ഈ ഹൈപ്പോഗ്ലോസൽ നെർവ് എന്ന് പറയുന്നത്. ശിരോനാഡി ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ആ നെർവാണ് ഹൈപ്പോഗ്ലോസൽ നെർവ്. ഓക്കെ, ഇനി നമ്മുടെ ടേസ്റ്റും, പക്ഷെ ഈ ടേസ്റ്റും ഫേഷ്യൽ എക്സ്പ്രഷനും, അതായത് നമ്മളിപ്പോ നല്ല ടേസ്റ്റ് ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന കുറെ വീഡിയോസ് ഉണ്ടല്ലേ, നമ്മൾ നാരങ്ങയുടെ ഒക്കെ ഓറഞ്ചിന്റെ ഒക്കെ അല്ലെങ്കിൽ നാരങ്ങയുടെ ഒക്കെ കുഞ്ഞുങ്ങളുടെ വായിൽ വയ്ക്കുമ്പോൾ അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ഇല്ലേ, അതുപോലെ ആ ടേസ്റ്റും ഈ ടേസ്റ്റിന്റെ അനുബന്ധമായിട്ട് ഉണ്ടാകുന്ന ഫേഷ്യൽ എക്സ്പ്രഷനും അത് ഉണ്ടാക്കുന്നത് ഫേഷ്യൽ നെർവാണ്. അത് 7th നെർവാണ്. അത് ഹൈപ്പോഗ്ലോസൽ നെർവ് അല്ല. ഹൈപ്പോഗ്ലോസൽ നെർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധാരണയുള്ള ആ ടേസ്റ്റിന്റെ അനുഭവം തലച്ചോറിൽ എത്തിക്കുന്ന നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നെർവ്. ഈ ടേസ്റ്റും അതുമൂലം ഉണ്ടാകുന്ന ഫേഷ്യൽ എക്സ്പ്രഷനും സാധ്യമാക്കുന്നത് ഫേഷ്യൽ നെർവാണ്, ഫേഷ്യൽ നാഡിയാണ്. ഓക്കെ, ഇനി നാക്കിന്റെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പൊ ഗ്ലോസൈറ്റിസ് അതുപോലുള്ള നമ്മുടെ ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് തന്നെ ഉണ്ടാകുന്ന ഗ്ലോസൈറ്റിസ്, അങ്ങനത്തെ അസുഖങ്ങളുണ്ട്. അത് കൂടാതെ നിങ്ങളുടെ റാങ്ക് ഫയലിലെല്ലാം കൂടുതലായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഈ റെഡ് ബീഫ് ടങ് എന്ന് പറയുന്നത്. അത് നാക്ക് ഇവിടെയൊന്നും അങ്ങനെ കാണാറില്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇങ്ങനെ എന്താണ് ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ ആകുമ്പോൾ നാക്ക് ഇങ്ങനെ ബീഫ് ഭയങ്കര ചുമന്നല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതുപോലത്തെ നാക്ക് പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് റെഡ് ബീഫ് ടങ്. ഓക്കെ, അപ്പൊ നാക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് നാക്കിന്റെ ഉപരിതലത്തിൽ കാണുന്ന ഒരു എന്താണ് പ്രൊജക്ഷൻസ്, ആ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ആ ഭാഗങ്ങളാണ്, ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില എന്ന് പറയുന്നത്. അവിടെയാണ് സ്വാദുമുകുളങ്ങളെയും ടേസ്റ്റ് ബഡ്സ് ഉള്ളത്, രാസഗ്രാഹി കോശങ്ങൾ ഉള്ളത്. 4 പ്രാഥമിക രുചികൾ നമ്മൾ പറഞ്ഞു: മധുരം, കയ്പ്, ഉപ്പ്, പുളി. പുതിയതായിട്ട് വന്നത് ഉമാമി അല്ലെങ്കിൽ അജിനോമോട്ടോ. എല്ലില്ലാത്ത അവയവമാണ്. ഹൈപ്പോഗ്ലോസൽ നാഡിയാണ് സാധ്യമാക്കുന്നത്. ടേസ്റ്റും ഫേഷ്യൽ എക്സ്പ്രഷൻ അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ മുഖത്തെ ഭാവമാറ്റങ്ങളും സാധ്യമാക്കുന്നത് ഫേഷ്യൽ നാഡിയാണ്. നാക്കിന്റെ അനുബന്ധ രോഗങ്ങളാണ് ഗ്ലോസൈറ്റിസ്, അതുപോലെ തന്നെ റെഡ് ബീഫ് ടങ്. അപ്പൊ നാക്കുമായിട്ട് റിലേറ്റ് ചെയ്ത വാക്കാണ് ഈ ഗ്ലോസൽ എന്ന് പറയുന്നത്. ഈ നാക്കിന്റെ പഠനം എന്താണെന്ന് ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പഠനമായിട്ട് കാണിക്കുന്നില്ല. കൂടുതൽ ഇങ്ങനെ ഗ്ലോസ ആയിട്ട് റിലേറ്റ് ചെയ്ത വാക്ക് ഏതെങ്കിലും കണ്ടാൽ നിങ്ങൾ, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, എങ്കിലും നിങ്ങൾ റെഫർ ചെയ്ത് നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഈ ഗ്ലോസ ആയിട്ട് റിലേറ്റ് ചെയ്ത വാക്ക് കണ്ടാൽ നിങ്ങൾക്ക് എഴുതാം. നാക്കുമായിട്ട് ബന്ധമുള്ള വാക്കാണ് ഈ ഗ്ലോസ എന്ന് പറയുന്നത്. നാക്ക് ഓക്കെ ആണോ? ഓക്കെ, പിന്നെ ഓരോ ഭാഗത്താണ് ഓരോ ടേസ്റ്റ്. അതെ അതെ, അത് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത പിക്ചറിലുണ്ട്. ഇത് നിങ്ങൾ പിക്ചർ തന്നെ നോക്കുക. കാരണം നാക്കിന്റെ മുൻവശത്ത് തന്നെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഉപ്പ് കാണുന്നത്. മുൻവശങ്ങളിൽ തന്നെ ഇരുവശത്തുമാണ് ഉപ്പ് കാണുന്നത്. അതുപോലെ തന്നെ മുൻവശത്ത് പ്രാഥമികമായിട്ട് കാണുന്നതാണ് നമ്മുടെ മധുരം. ഓക്കെ, ഈ നാക്കിന്റെ ഇരുവശങ്ങളിലായിട്ട് കാണുന്നതാണ് സോറ്, അതായത് പുളി. ഇരുവശങ്ങളിലുമായിട്ട് സൈഡിലായിട്ട് കാണുന്നതാണ് പുളി. ഏറ്റവും ഉൾവശത്തായിട്ട് കാണുന്നതാണ് ബിറ്റർ അഥവാ കയ്പ്. ഓക്കെ അല്ലേ? ആ പടം തന്നെയായിട്ട് വരച്ചു വെച്ചോ. പടം വരച്ചോ? ഈ പടം ഓർമ്മയുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അത് കാണാൻ പാഠം പഠിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് തന്നെ ഓർക്കാം. നാക്കിന്റെ 2 സൈഡിലും മുൻവശത്തായിട്ട് ഉപ്പ്, നടുക്ക് മെയിൻ ഏരിയ ആയിട്ട് മധുരം, ഇരുവശങ്ങളിലുമായിട്ട് പുളി, അകത്തോട്ടായിട്ട് കയ്പ്. അതിന്റെ ഏറ്റവും നടുക്കപ്പ് എന്തായിരിക്കും? ഏറ്റവും നടുക്കായിട്ട് ഒന്നുമില്ലടോ. ഈ അകത്തോട്ട് തന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച്. എന്തെങ്കിലും ചോദിച്ചായിരുന്നു? ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത സെൻസ് ഓർഗൻ നോക്കാം. നമ്മുടെ ലാസ്റ്റ് സെൻസ് ഓർഗൻ ആണ് ത്വക്ക്. ത്വക്ക് നമുക്ക് അറിയാലോ. അപ്പം ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയവും ത്വക്കാണ്. ഓക്കെ,
ഇനി ത്വക്കിന്റെ എന്ന് പറഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവമാണ് ത്വക്ക് അല്ലെ. നമ്മള് ബോഡി ടെമ്പറേച്ചർ നിലനിർത്തുന്ന അവയവമാണ് ത്വക്ക് എന്ന് പറയുന്നത്. തിരിച്ചറിയാൻ പറ്റുന്ന അവയവവും ത്വക്കാണ്. ഓക്കെ, അപ്പം ത്വക്കിലൂടെ തിരിച്ചറിയാൻ നമുക്ക് എന്തൊക്കെ പറ്റും? നമുക്ക് സ്പർശം, അതുപോലെ അതായത് ടച്ച്, സോഫ്റ്റ് ടച്ച്, ഹാർഡ് ടച്ച്, അതുപോലെ തന്നെ മർദ്ദം, ചൂട്, തണുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ വേദനകൾ, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമല്ലേ ഈ ത്വക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതലുള്ള ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം തിരിച്ചറിയുന്നത് നമ്മൾ ത്വക്കിലൂടെയാണ്. ഓക്കെ, ഇനി ത്വക്കിന് നിറം നൽകുന്ന പിഗ്മെന്റ് അത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അത് മെലാനിൻ ആണ്. അപ്പൊ ഈ ത്വക്കിന് രണ്ട് ലെയേഴ്സ് ഉണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ലെയർ എന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഭാഗമാണ്. അവിടെയാണ് ഈ മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് കാണുന്നത്. അപ്പൊ നിങ്ങൾ വെയിലത്തോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഇപ്പം സൺലൈറ്റിന്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ തടയുന്നത് ഈ എപ്പിഡെർമിസ് ആണ്. ഈ മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ആണ് നിങ്ങൾ അത് തടയുന്നത്, എപ്പിഡെർമിസിലുള്ളത്. ഇനി ഇതിന്റെയും താഴെയാണ് നമ്മുടെ ഡെർമിസ് എന്ന് പറയുന്നത്. അത് ഇത്തിരി കട്ടിയുള്ള ഭാഗമാണ്. അപ്പൊ ഈ എപ്പിഡെർമിസും കഴിഞ്ഞ് കഴിഞ്ഞ് വേണം അത്. അപ്പൊ നിങ്ങൾ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുന്നത് ഏത് പോർഷനിലാണെന്ന് ചോദിച്ചാൽ ഈ എപ്പിഡെർമിസിലാണ്. ഓക്കെ, അടുത്തത് ഈ ത്വക്കിന് നമ്മൾ റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതായത് പുനരുദ്ധരിക്കാനുള്ള കഴിവുണ്ട്. അതായത് ഒരു മാസമാണ് അതിന്റെ ഏകദേശം ഒരു കണക്ക് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്താണെങ്കിൽ ഇത് കറക്റ്റ് പറഞ്ഞിരുന്നത് ഒരു ചാന്ദ്രമാസം എന്നാണ്. അതായത് ഒരു 27 to 30 ഡേയ്സ് ആണ് ഒരു ചാന്ദ്രമാസം. 27 ഡേയ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് വരും. ഇപ്പൊ നമ്മൾ 27 to 30 ഡേയ്സ് ഒരു നോർമൽ റേഞ്ച് ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ 27 മുതൽ 30 ദിവസത്തിനകം ത്വക്ക് റീജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ത്വക്കാണ് ഏറ്റവും വലിയ അവയവം എന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ 10.9 കിലോഗ്രാം ആണ്. 10.9 കിലോഗ്രാം. ഓക്കെ, 10.9 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്? 10.9 നമ്മളിത് ജനറലൈസ് ചെയ്തല്ലേ പറയുന്നത്. അപ്പൊ പൊതുവെ 10.9 എന്നാണ് പറയുന്നത്. പിന്നെ ഓരോ ആൾക്കാരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട്, ബോഡി മാസ് അനുസരിച്ചിട്ട് അതിന് വ്യത്യാസം വരും. പക്ഷെ ബേസിക്കലി ഒരു മനുഷ്യനുള്ള ഒരു നോർമൽ BMI ഒക്കെ ഉള്ള ഒരു മനുഷ്യന് പറയുന്ന ഒരു വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.9 കിലോഗ്രാം ആണ്. അതുകൊണ്ടാണ് നമ്മൾ തൊലിക്കട്ടി കൂടിയവർ എന്നൊക്കെ പറയുന്നത്, കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ പറഞ്ഞു വേറെ ഒന്നുമില്ല. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയവും എന്താണ്? ത്വക്കാണ്. താപനില നിലനിർത്താൻ സഹായിക്കുന്നത് ത്വക്കാണ്. റീജനറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം 27 to 30 ഡേയ്സ് ആണ്. നോർമൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 10.9 കിലോഗ്രാം ആണ്. പിന്നെ എന്താണ്? അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു പിഗ്മെന്റ് ഇതിൽ എപ്പിഡെർമിസിലുണ്ട്, അതാണ് മെലാനിൻ. ത്വക്കിന് നിറം കൊടുക്കുന്നത് ഈ മെലാനിൻ ആണ്. മെലാനിൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ത്വക്കിന് നിറമുള്ളത്. മെലാനിൻ അടുത്തതായിട്ട് പറയുന്ന ആൽബിനിസം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ മെലാനിൻ തീരെ കുറഞ്ഞിരിക്കും. അപ്പൊ നമുക്കറിയാലോ, ആൽബിനിസം ഉള്ളവരെ കണ്ടു കാണൂലേ? നമ്മുടെ ഗവർണർക്ക് കണ്ടിട്ടില്ലേ? മുമ്പത്തെ ഗവർണർ അല്ലേ? അതെ അതെ, മുമ്പത്തെ ഗവർണർ സദാശിവം. ഇപ്പോഴത്തെ ഗവർണർ ആരായിരുന്നോ? മുഹമ്മദ് ആരിഫ് ആണല്ലേ? ആരിഫ് മുഹമ്മദ്. ഇപ്പോഴത്തെ ഗവർണർക്ക് കുഴപ്പമില്ല, മറ്റേ ഗവർണറിനെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതിയെടുത്തോ? അത് തന്നെയാണ് വെള്ളപ്പാണ്ട് തന്നെയല്ലേ ആൽബിനിസം എന്ന് പറയുന്നത്? അതെ അതെ. ഓക്കെ, അടുത്തത് ത്വക്കിലുള്ള രണ്ട് ഗ്രന്ഥികളാണ്, സ്വേദഗ്രന്ഥികളും സെബേഷ്യസ് ഗ്രന്ഥികളും. അതായത് സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും. ഈ രണ്ട് ഗ്രന്ഥികളും രണ്ട് സെക്രേഷൻസ് ആണ്. സ്വേദഗ്രന്ഥികൾ നിങ്ങൾക്ക് അറിയാം, സ്വേദമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് സ്വെറ്റ്. സെബേഷ്യസ് ഗ്രന്ഥികൾ സെക്രേറ്റ് ചെയ്യുന്നത് സീബം എന്ന് പറഞ്ഞൊരു ദ്രവമാണ്. ഈ സ്വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകേണ്ട ഒരു സാധനമാണ്, അതായത് ഒരു വിസർജ്യ വസ്തു തന്നെയാണ്. അപ്പം ഈ സ്വേദം എന്ന് പറയുന്ന ആ വിസർജ്യ വസ്തുവിന് പുറന്തള്ളുന്ന ഒരു അവയവവും ത്വക്കാണ്. അതുകൊണ്ട് വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട്, വെർട്ടിഗോ അല്ലടാ, വെർട്ടിഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വെള്ളപ്പാണ്ടല്ല. ആൽബിനിസം തന്നെയാണ് വെള്ളപ്പാണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്തായാലും നോക്കാം. ഓക്കെ, അപ്പൊ സ്വേദഗ്രന്ഥികളും സെബേഷ്യസ് ഗ്രന്ഥികളുമാണ് ഉള്ളത്. സ്വേദഗ്രന്ഥികളിലെ സ്വെറ്റ് നമ്മുടെ വിസർജ്യ വസ്തുവാണ്. അതുകൊണ്ട് നമ്മുടെ വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൃക്കയും അതെല്ലാം പറയും. അതിന്റെ കൂടെ ത്വക്കും ഉണ്ട്. കാരണം സ്വേദം എന്ന് പറയുന്നത് ഒരു വിസർജ്യ വസ്തുവാണ്, അത് പുറന്തള്ളുന്നത് ത്വക്കാണ്. ഓക്കെ, അടുത്ത സെബേഷ്യസ് ഗ്രന്ഥികളിലുള്ള സെക്രീഷൻ ആണ് സ്വേദം, സീബം എന്ന് പറയുന്നത്.
ഈ സീബം നമ്മുടെ തൊലിക്ക് മിനിസം കൊടുക്കാനും അതുപോലെ തന്നെ ഒരു തിളക്കം കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നത് ഈ സെബേഷ്യസ് ഗ്രന്ഥികളാണ്. ഓക്കെ, ഇനി ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് അസുഖങ്ങളാണ്. അത് അരിമ്പാറ നിങ്ങൾക്ക് അറിയാം, വാട്സ് ഒക്കെ, അത് ഒരു വൈറസ് ഡിസീസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. പിന്നെ എക്സിമ, അതുപോലെ സോറിയാസിസ്, അതുപോലെ ഡെർമറ്റൈറ്റിസ്, അതുപോലെ കാൻഡിഡിയാസിസ് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അതുപോലെ മെലനോമ ത്വക്കിന്റെ ക്യാൻസർ ആണ്, സ്കിൻ ക്യാൻസറിനെയാണ് മെലനോമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. ഈ ബേസിക് ആയിട്ടുള്ള ഇതുപോലത്തെ എക്സാംസിലൊക്കെ ഇപ്പൊ എക്സിമ എന്ത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ത്വക്കുമായി ബന്ധപ്പെട്ട രോഗം താഴെ പറയുന്നതിൽ ഏതാണ് അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ 2017 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു കാണുമല്ലേ, എക്സിമ ഏത് അവയവവുമായി ബന്ധപ്പെട്ട രോഗമാണ്, അപ്പൊ ത്വക്കാണ്. അതുപോലെ സോറിയാസിസ്, അതുപോലെ ഡെർമറ്റൈറ്റിസ്. കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. മെലനോമ സ്കിൻ ക്യാൻസർ ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ, ഡെർമ എന്ന് എല്ലാം റിലേറ്റ് ചെയ്യുന്നത് ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അപ്പൊ ഡെർമറ്റോളജി ഈസ് റിലേറ്റഡ് ടു സ്റ്റഡി ഓഫ് സ്കിൻ. കറക്റ്റ് ആൽബനിസത്തിന്റെ മലയാളം എനിക്ക് അറിയില്ലടോ, നോക്കിയിട്ട് പറയാം. വിറ്റിലിഗോ ശരിയാണല്ലോ. ഓക്കെ, അപ്പൊ സ്കിൻ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ് തീർന്നു. ഇനി റിവൈസ് ചെയ്യണോ? നമുക്ക് അടുത്ത കുറച്ച് സ്റ്റഡീസ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് തീരും. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് ആണ്. നിങ്ങൾക്ക് കുറെ അറിയുണ്ടാവും. ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പോവാം. ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റഡി ഓങ്കോ ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാം ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഇപ്പം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ജീൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഓങ്കോ ജീൻസ് ആണ്. അതുപോലെ തന്നെ ക്യാൻസറിനോട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ഓങ്കോളജിയാണ്. അടുത്തത് ലിവർ ഈ ഹെപ്പാറ്റോ എന്ന് പറയുന്ന വാക്ക് റിലേറ്റഡ് ടു ലിവർ ആണ്, അതായത് കരളാണ്. ഹെപ്പാറ്റോളജി, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഹെപ്പാറ്റോ ഈസ് റിലേറ്റഡ് ടു കരൾ, ലിവർ. അപ്പൊ ലിവറിന്റെ സ്റ്റഡി ഹെപ്പറ്റോളജി. ഓക്കെ, അടുത്ത കിഡ്നീസ് എന്ന് പറഞ്ഞാൽ വൃക്കകളായിട്ട് ബന്ധപ്പെട്ട എല്ലാം നെഫ്രോളജി. നെഫ്രോ എന്ന് പറയുന്ന ആ വാക്ക് റിലേറ്റഡ് ടു വൃക്കയാണ്. അപ്പൊ കിഡ്നീസിനെ കുറിച്ചുള്ള സ്റ്റഡി നെഫ്രോളജി. അടുത്ത നെർവ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ്, ഞരമ്പുകൾ, നാഡികളായിട്ട് ബന്ധപ്പെട്ടുള്ളത് പേരിൽ തന്നെയുണ്ട്, ന്യൂറോളജി. അടുത്തത് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ നെഫ്രോളജി പറഞ്ഞ പോലെ അടുത്ത ക്ലൗഡ്സ് ആണ്. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, അതിനെ കുറിച്ചുള്ള സ്റ്റഡി നെഫോളജി എന്നാണ്. ഓക്കെ, അപ്പൊ നെഫ്രോളജി അല്ല നെഫോളജി ഇസ് റിലേറ്റഡ് ടു വൃക്കകൾ. അടുത്ത റെപ്റ്റൈൽസിനെ കുറിച്ചുള്ള പടി ഹെർപ്പറ്റോളജി എന്നാണ്. ഓക്കെ, ഇത് പഠിക്കുക, റെപ്റ്റൈൽസ്, ഹെർപ്പറ്റോളജി, ആ പേരിൽ നിന്ന് തന്നെ പഠിക്കാം. അടുത്ത ബോൺസ് ആണ്, അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ക്യാൻസർ ഓങ്കോളജി, കരൾ ഹെപ്പറ്റോളജി, വൃക്കകൾ നെഫ്രോളജി, നാഡികൾ ന്യൂറോളജി, മേഘങ്ങൾ നെഫോളജി, റെപ്റ്റൈൽസ് ഹെർപ്പറ്റോളജി, അസ്ഥികൾ ഓസ്റ്റിയോളജി. സ്ലൈഡ് കഴിഞ്ഞാൽ പറയണേ. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുപോലത്തെ ഉള്ളൊരു ജീവികളാണ്, പായല് അതുപോലത്തെ ഒക്കെ. അപ്പം ആൽഗയെ കുറിച്ചുള്ള പഠനം ഫൈക്കോളജി. അതുപോലെ ഫംഗസിന്റെ പ്ലൂറലാണ് ഫംഗസിനെ കുറിച്ചുള്ള പഠനം മൈക്കോളജി. അതുപോലെ ഫോസിൽസ് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഫോസിൽസിനെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജി. അടുത്തത് ലൈറ്റ്, പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. സൗണ്ട്, അതായത് ശബ്ദം, അക്കൗസ്റ്റിക്സ്. അതുപോലെ ഹ്യൂമൻസ്, മനുഷ്യന്റെ റേസ്, അതെല്ലാം പറയുന്നത് ആന്ത്രോപോളജി എന്നാണ്. എല്ല് കഴിഞ്ഞിട്ട് റോ ഉണ്ട്, ആന്ത്രോപോളജി. അടുത്തത് പല്ലും
പല്ലിന്റെ പഠനത്തെ കുറിച്ച് പറയുന്നതാണ് ഒഡന്റോളജി. ഒഡന്റോളജിയാണ് പല്ലിനെ കുറിച്ചുള്ള പഠനം. അടുത്തത് ട്രീസ്, വൃക്ഷങ്ങളെ കുറിച്ചുള്ള പഠനം ഡെൻഡ്രോളജി. ആന്ത്രോപോളജിയിൽ എല്ല് കഴിഞ്ഞ ഓ ചേർത്തോളേ. ഓക്കെ, ഈ സ്ലൈഡ് ഓക്കെ ആണല്ലോ. അടുത്തത് സെൽസ് ആണ്, കോശങ്ങളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സെൽസിനെ നമ്മൾ സൈറ്റ്സ് എന്ന് പറയും. അപ്പൊ സൈറ്റോളജി, സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം സെൽസ് ആണ്. അടുത്തത് സ്നേക്സ് പാമ്പുകളെ കുറിച്ചുള്ള പഠനം ഓഫിയോളജി. ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഷഡ്പദങ്ങൾ, അത് എൻറ്റമോളജി. അടുത്ത ഡിസീസസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി. അടുത്ത മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങളെ കുറിച്ചുള്ള പഠനം പോമോളജി. അടുത്ത പോയിസൺസിനെ നമ്മൾ ടോക്സിൻസ് എന്നല്ലേ പറയുന്നത്, അപ്പൊ ടോക്സിക്കോളജി. അടുത്ത ഫിഷിനെ കുറിച്ചുള്ള പഠനം ഇക്തിയോളജി. ഓക്കെ ആണോ? ഓക്കെ, ഈ പഠനങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ക്യാൻസർ ഓങ്കോളജി, ലിവർ ഹെപ്പറ്റോളജി, കിഡ്നീസ് നെഫ്രോളജി, ന്യൂറോൺസ് ന്യൂറോളജി, മെഘങ്ങൾ നെഫ്രോളജി, റെപ്റ്റൈൽസ് ബോൺസ് ഓസ്റ്റിയോളജി, ആൽഗെ ഫൈക്കോളജി, ഫംഗസ് മൈക്കോളജി, ഫോസിൽസ് പാലിയോntology, പ്രകാശം ഒപ്റ്റിക്സ്, ശബ്ദം അക്കോസ്റ്റിക്സ്, ഹ്യൂമൻസ് ആന്ത്രോപോളജി, പല്ല് ഒഡന്റോളജി, വൃക്ഷങ്ങൾ ഡെൻഡ്രോളജി, കോശങ്ങൾ സൈറ്റോളജി, സ്നേക്സ് ഓഫിയോളജി, ഷഡ്പദങ്ങൾ എൻറ്റമോളജി, രോഗങ്ങൾ പാത്തോളജി, മണ്ണ് പെഡോളജി, ഫ്രൂട്ട്സ് പോമോളജി, ടോക്സിൻസ് ടോക്സിക്കോളജി, ഫിഷ് ഇക്തിയോളജി. ഓക്കെ, അടുത്ത നമുക്ക് നാഡീവ്യവസ്ഥ പഠിക്കാം. നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചു കാണും. നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോ ഇംഗ്ലീഷ് എന്താ പറഞ്ഞത്? നെർവസ് സിസ്റ്റം. നാഡി എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ, നെർവസ് അല്ലേ, നെർവസ്. അപ്പൊ നെർവസ് സിസ്റ്റം രണ്ട് ടൈപ്പ് നെർവസ് സിസ്റ്റം ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. അതായത് കേന്ദ്രവും പെരിഫറൽ തന്നെയാട്ടോ, ഞാൻ നോക്കിയിട്ട് വേറെ കണ്ടില്ല. ഓക്കെ, അപ്പൊ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ രണ്ട് പാർട്സ് ആണ് നമ്മുടെ മസ്തിഷ്കവും സുഷുമ്നയും, അതായത് ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, അപ്പൊ നാഡീ വ്യവസ്ഥ രണ്ട് ടൈപ്പാണ്, രണ്ട് വിഭാഗങ്ങളാണ്, കേന്ദ്രവും പെരിഫറൽ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. അതിനകത്ത് കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളാണ് മസ്തിഷ്കവും സുഷുമ്നയും, അതായത് ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ നാഡികൾ മാത്രമേ ഉള്ളൂ അതിൽ, ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും, അതായത് ശിരോനാഡികളും സുഷുമ്നാ നാഡികളും. ഓക്കെ, അതിനകത്ത് ഈ പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ രണ്ട് പോർഷനായ ശിരോനാഡികളും സ്പൈനൽ നാഡികളും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കണ്ട, അത് എത്ര ജോഡികൾ ഉണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. ശിരോനാഡികൾ 12 ജോഡികളാണ്, സുഷുമ്നാ നാഡികൾ 31 ജോഡികളാണ്. ഇതിനകത്ത് കുറെ ശിരോനാഡികൾ നമ്മൾ സെൻസ് ഓർഗൻസ് പഠിച്ചപ്പോൾ പഠിച്ചു, ഒപ്റ്റിക് പഠിച്ചു, ഓൾഫാക്ടറി പഠിച്ചു, പിന്നെ ഒക്യുലോമോട്ടർ പഠിച്ചു, പിന്നെ ഓഡിറ്ററി പഠിച്ചു, പിന്നെ ഹൈപ്പോഗ്ലോസൽ പഠിച്ചു. അങ്ങനെ കുറെ ശിരോനാഡികൾ നമ്മൾ പഠിച്ചു. അങ്ങനെ 12 ജോഡി ശിരോനാഡികളുണ്ട്, അതുപോലെ 31 ജോഡി സുഷുമ്നാ നാഡികളും ഉണ്ട്. ഓക്കെ, അപ്പൊ നാഡീവ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങളാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, അതായത് കേന്ദ്ര നാഡീവ്യവസ്ഥയും അതുപോലെ പെരിഫറൽ നാഡീവ്യവസ്ഥയും. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളാണ് മസ്തിഷ്കവും സുഷുമ്നയും, അതായത് ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളാണ് ശിരോനാഡികളും അതുപോലെ സുഷുമ്നാ നാഡികളും. ശിരോനാഡികൾ 12 ജോഡികളാണ് ഉള്ളത്, അതുപോലെ സുഷുമ്നാ നാഡികളും 31 ജോഡികളാണ് ഉള്ളത്. ആ നമ്പർ കറക്റ്റ് ആയിട്ട് പഠിച്ചോണേ, 12 ജോഡി 31 ജോഡി സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ,
ഈ സ്ലൈഡ് ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നതാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം. താഴെ ഇങ്ങോട്ട് വരുന്ന നാഡികളെല്ലാം കൂടി ചേർന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ നാഡികളുടെ കൂട്ടത്തിന് ആ ഒരു തന്തുവിനെ പറയുന്നതാണ് ഈ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കണ്ട, കുറെ നാഡികളുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് നമ്മുടെ മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറിനെ കുറിച്ച് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠനം പറഞ്ഞല്ലേ, ഇപ്പോഴത്തെ ബ്രെയിനിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഫ്രീനോളജി. ഫ്രീനോളജി, ബ്രെയിനോളജി അങ്ങനെയൊന്നുമല്ല, ഫ്രീനോളജി. ഓക്കെ, അപ്പൊ തലച്ചോറിന് മസ്തിഷ്കത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. ഫ്രീനോളജി. ഓക്കെ, ഏറ്റവും വലിയ മസ്തിഷ്കം കാണപ്പെടുന്ന ജീവിയാണ് സ്പേം വെയിൽ എന്ന് പറയുന്നത്. അതിന്റെ മലയാളം അങ്ങനെ തന്നെയാണ്, സ്പേം വെയിൽ എന്നാണ്. അത് വെയിലാണല്ലോ, തിമിംഗലമാണല്ലോ. ഓക്കെ, ഇനി കരയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആനയാണ്. ആന. ഓക്കെ, ആന. അപ്പൊ ബ്രെയിനെ കുറിച്ചുള്ള പഠനം ഫ്രീനോളജിയാണ്. ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പേം വെയിലാണ്. കരയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആനയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ തലയൊട്ടിയിലുള്ള ഏറ്റവും കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ്. സ്കാൽപ്പ് അതായത് നമ്മുടെ ഈ പുറമെ കാണുന്ന അത്. അതിന്റെ അകത്ത് തലച്ചോറിനെ സംരക്ഷിക്കുന്ന ഒരു അസ്ഥിപേടകമാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ തലയോട്ടിയുടെ പുറമെ കാണുന്ന കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെ കട്ടിയുള്ള ഒരു അസ്ഥിപേടകമുണ്ട്. അതാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം. അപ്പൊ തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കപാലം അല്ലെങ്കിൽ ക്രേനിയമാണ്. ക്രേനിയത്തിന്റെ മലയാളമാണ് കപാലം, കപാലാസ്ഥി. ഓക്കെ, ഇനി നോർമലി ഒരു വ്യക്തിക്കുള്ള തലച്ചോറിന്റെ ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാം ആണ്. 1400 ഗ്രാം. 3 ബ്രെയിൻ ഉള്ള അനിമൽ എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയെങ്കിൽ പറയൂ, 3 ബ്രെയിൻ ഉള്ള അനിമൽ ഉണ്ടോ? ഓക്കെ, നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ വെയിറ്റ് നമ്മൾ പറഞ്ഞു 1400 ഗ്രാം ആണ്. 1400 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 1.4. ഓക്കെ, 1.4. അപ്പൊ ചിലപ്പോ ഓപ്ഷനിൽ അങ്ങനെയായിരിക്കും കാണുന്നത്, 1.4 കിലോഗ്രാം എന്നായിരിക്കും. നീരാളി ആണെന്നാണ് തോന്നുന്നത്. നീരാളി എന്ന് പറഞ്ഞാൽ ഒക്ടോപ്പസ് അല്ലേ? ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പൊ ബ്രെയിനിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1400 ഗ്രാം ആണ്, അല്ലെങ്കിൽ 1.4 കിലോഗ്രാം ആണ്. ഇനി സാധാരണ നമ്മുടെ തലച്ചോറ് ജനിക്കുമ്പോഴേ ഉണ്ടാവും എങ്കിലും അതിന്റെ പൂർണ്ണ വളർച്ച, എല്ലാ ഫംഗ്ഷനിങ്ങും കറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ 8 വയസ്സ് മുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ, 8 വയസ്സ് മുതലാണ് അപ്പൊ മസ്തിഷ്കത്തിന്റെ പൂർണ്ണ വളർച്ചയും ഫംഗ്ഷനിങ്ങും കൃത്യമായി നടക്കുന്നത്. ഓക്കെ, ഇനി ഈ തലച്ചോറിന്റെ പൊതിഞ്ഞ ഒരു ആവരണമുണ്ട്. ആ ആവരണമാണ്, അതൊരു സ്ഥലമാണ്, ഒരു മെംബ്രെയിൻ, അതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, തലച്ചോറും അതുപോലെ തന്നെ സുഷുമ്നയിലും ഉണ്ട്. അതിന്റെ കാര്യം വരുമ്പോൾ പറയാം. അതിന് പൊതിഞ്ഞ് കാണുന്ന മെംബ്രെയിന്റെ മലയാളം സ്ഥലം നാട്ടോ. അപ്പൊ അതിന് പൊതിഞ്ഞ് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസ്. ഈ മെനിഞ്ചസിനകത്ത് കാണുന്ന ഒരു ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. സെറിബ്രോ സ്പൈനൽ ദ്രവം അതായത് നമ്മുടെ പുറത്തുള്ള എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, അതായത് നമ്മുടെ പെട്ടെന്ന് ഒരു അടി കിട്ടിയാൽ അങ്ങനെയൊക്കെ തലച്ചോറിന് പ്രശ്നമൊന്നും വരരുത്. അപ്പൊ ഈ ദ്രവം, ഈ മെനിഞ്ചസിന്റെ അകത്ത് ഫുള്ള് ഈ ദ്രവമാണ്. ഈ ദ്രവമാണ് അതിൽ നിന്നെല്ലാം തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ദ്രവമാണ് ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം. അതുപോലെ തന്നെ തലച്ചോറിന്റെ അകത്ത് നമ്മുടെ മർദ്ദം, തലച്ചോറിന്റെ ബ്രെയിനിന്റെ പ്രഷർ സ്ഥിരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നതും ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് കട്ടിയുള്ള അസ്ഥിയാണ്, തലച്ചോറിന് പൊതിഞ്ഞിരിക്കുന്ന കട്ടിയുള്ള അസ്ഥിയാണ് കപാലാസ്ഥി അല്ലെങ്കിൽ ക്രേനിയൽ ബോൺ. ഓക്കെ, തലച്ചോറിന്റെ നോർമലുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1400 ഗ്രാം അല്ലെങ്കിൽ 1.4 കിലോഗ്രാം ആണ്. 8 വയസ്സാകുമ്പോഴാണ് തലച്ചോറിന്റെ പൂർണ്ണമായ വളർച്ച എത്തുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ നല്ല നെയ്യും അതെല്ലാം കലർന്ന ആഹാരം കഴിക്കണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ തലച്ചോറിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. 3B, ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അതായത് ബ്ലഡും ബ്രെയിനും തമ്മിലുള്ള ഒരു ബാരിയർ ഉണ്ട്. ഈ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനമാണ് നെയ്യ് എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് ഈ നെയ്യെല്ലാം ഒരുപാട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിവികാസം എല്ലാം ഉണ്ടാവും. കാരണം 8 വയസ്സാകുമ്പോഴല്ലേ പൂർണ്ണ വളർച്ചയാവുന്നുള്ളൂ. അപ്പൊ അതുവരെ ഇത്യാദി സാധനങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണ ഇതുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞത് എന്താണ്? തലച്ചോറിനെ
പൊങ്ങിയിരിക്കുന്ന ഈ ഒരു സ്ഥലം, ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിനകത്തുള്ള ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് തലച്ചോറിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ തലച്ചോറിന്റെ അകത്തുള്ള മർദ്ദം നിലനിർത്തുന്നതും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നതും ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ഓക്കെ, ഈ തലച്ചോറിനുള്ള ബാക്കി പോർഷൻസ് നോക്കാം. അത് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്, അതുപോലെ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. ഇത്രയാണ് തലച്ചോറിനുള്ള മെയിൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്, പീയൂഷ ഗ്രന്ഥി. ഓക്കെ, ഈ സ്ലൈഡ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ പോർഷൻസ് ഒന്ന് നോക്കിക്കോളാം. ഇതിനകത്തിപ്പം ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ അങ്ങനെയായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഇതിലെല്ലാം കാണുന്നുണ്ടല്ലേ? സെറിബ്രോ ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, തലാമസ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറിയാണ് പീയൂഷ ഗ്രന്ഥി, ആ ചെറുത് ചുമപ്പ് കാണുന്നത്. പിന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ, അത് കണ്ടിന്യൂ ചെയ്യുന്ന സ്പൈനൽ കോഡായിട്ട്. ഓക്കെ, അടുത്ത ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. സെറിബ്രം ആണ്. സെറിബ്രം, ഓക്കെ, തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രം ആണ്, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. ഓക്കെ, ഈ സെറിബ്രത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് ഹെമിസ്ഫിയേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. അർദ്ധഗോളങ്ങൾ, രണ്ട് അർദ്ധഗോളങ്ങളുണ്ട്. ഈ രണ്ട് അർദ്ധഗോളങ്ങളും സെപ്പറേറ്റ് ചെയ്യുന്ന ആ പോർഷന് പറയുന്ന പേരാണ് കോർപ്പസ് കലോസം. അത് മലയാളത്തിലും കോർപ്പസ് കലോസം തന്നെയാണ്. ഓക്കെ, അപ്പൊ സെറിബ്രത്തിന് രണ്ട് അർദ്ധഗോളങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, വലതും ഇടതും. ഈ വലതും ഇടതിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷനാണ് കോർപ്പസ് കലോസം. ഓക്കെ, ഈ സെറിബ്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും പറഞ്ഞു, സ്പീച്ച്, വിഷൻ, അതുപോലെ ഘ്രാണശക്തി, ഇതെല്ലാം സെറിബ്രമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ വോളണ്ടറി ആക്ഷൻസ്, ഐച്ഛിക പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്പീച്ച്, അതുപോലെ വിഷൻ, ആ ഏരിയാസ് എല്ലാം സെറിബ്രത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രോക്കാസ് ഏരിയ ആണ്. ബ്രോക്കാസ് ഏരിയ, സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രോക്കാസ് ഏരിയ ആണ്. അതുപോലെ തന്നെ അതിലുള്ള വേറൊരു ഏരിയ ആണ് വെർണിക്സ് ഏരിയ. ഓക്കെ, നമുക്ക് പരിചയമുള്ള ഒരാളുടെ പേര് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയൂലേ? അതിനെ സഹായിക്കുന്ന ഏരിയ ആണ് ഈ വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത്. വെർണിക്സ് ഏരിയ. ഓക്കെ, പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞു വോളണ്ടറി ആക്ഷൻസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഓടുക, ചാടുക, ഐച്ഛിക പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ചിന്തിക്കുക, അതുപോലെ കോൺഷ്യസ്നസ്, നമ്മുടെ ബോധ മനസ്സ്, അതുപോലെ ഓർമ്മ, ബുദ്ധി, ഭാവന, ഇമോഷൻസ്, നമ്മുടെ വിൽ പവർ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന പോർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്. ഓക്കെ, അപ്പൊ സെറിബ്രത്തെ കുറിച്ച് ഇത്രയാണ് പറഞ്ഞത്. ബ്രെയിനിലെ ലാർജസ്റ്റ്, ഏറ്റവും വലിയ ഭാഗമാണ് ബ്രെയിൻ. തലച്ചോറിലെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. രണ്ട് അർദ്ധഗോളങ്ങളുണ്ട്, വലതും ഇടതും. ആ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷനാണ് കോർപ്പസ് കലോസം. അതുപോലെ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഏരിയയാണ് ബ്രോക്കാസ് ഏരിയ. അതുപോലെ തന്നെ വിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് വെർണിക്സ് ഏരിയ. നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ് സെറിബ്രം. നമ്മുടെ ചിന്ത, ഭാവന, ബോധം, ഓർമ്മ, ഇമോഷൻസ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. സെറിബ്രം ഓക്കെ ആണോ? അടുത്ത പോർഷനിലോട്ട് പോവാം. അത് സെറിബെല്ലമാണ്. സെറിബെല്ലം രണ്ടാമത്തെ, ബ്രെയിനിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. അതുകൊണ്ട് തന്നെ ഇനി ലിറ്റിൽ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ സെറിബെല്ലമാണ്. ഇതെല്ലാം ഒത്തിരി പ്രീവിയസ് ആയിട്ട് ഒത്തിരി ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പം ബ്രെയിനിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും, അതായത് ചെറിയ മസ്തിഷ്കം എന്നറിയപ്പെടുന്നതും സെറിബെല്ലമാണ്. ഇനി നമ്മുടെ ബോഡിയിലെ ഇക്വിലിബ്രിയം, അതായത് തുലനനില, ബാലൻസ്, അതുപോലെ തന്നെ ബോഡിയുടെ കറക്റ്റ് ഓറിയന്റേഷൻ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സെറിബെല്ലമാണ്. അതുപോലെ തന്നെ നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതും, അതായത് കോർഡിനേഷൻ ഓഫ് മസ്കുലർ മൂവ്മെന്റ്സ്, നമ്മുടെ മസ്കുലർ മൂവ്മെന്റ്സ്, ഏത് മസ്കുലർ മൂവ്മെന്റ്സ് ആണെങ്കിലും അതെല്ലാം ഏകീകരിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ്. അപ്പൊ നമ്മുടെ ബോഡി ഓറിയന്റേഷന്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ മദ്യത്തിന്റെ എഫക്റ്റ് ഏത് മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്താണ് അഫക്റ്റഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ അതും സെറിബെല്ലമാണ്. കാരണം ബോഡി ഓറിയന്റേഷൻ, മദ്യം കഴിക്കുമ്പോൾ എന്താണ് നമ്മുടെ ബോഡി ബാലൻസും ഓറിയന്റേഷനും ആണല്ലേ പോകുന്നത്. അപ്പൊ മദ്യം ഏത് തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതും സെറിബെല്ലമാണ്.
അപ്പൊ സെറിബെല്ലത്തിന്റെ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? തലച്ചോറിലെ മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ, ചെറിയ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. നമ്മുടെ ബോഡിയുടെ ശരീരത്തിന്റെ തുലനനില, അതുപോലെ ബാലൻസ്, അതുപോലെ ബോഡിയുടെ ഓറിയന്റേഷൻ, അതെല്ലാം തുലനനിലയെല്ലാം പാലിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ്. നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതും ആരാണ്? സെറിബെല്ലമാണ്. അതുപോലെ തന്നെ മദ്യം അഫക്ട് ചെയ്യുന്ന ശരീരത്തിന്റെ മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാലും സെറിബെല്ലമാണ്.